നല്ലത് മാത്രം സംസാരിക്കുന്ന ഒരാളും ഇവിടെ തുറക്കപ്പെട്ടു. ഒറ്റ മനസ്സോടെ നമുക്ക് ചേർന്നിരിക്കാം. എല്ലാ അർത്ഥത്തിലും ഈ അവാർഡ് ദാന ചടങ്ങ് ഭാഷാ സ്നേഹികൾക്കായി ഒരു പുതുവത്സര സമ്മാനം.
भगवन्तं गणपतिमति वरदं वरदन्ती मुखं सुमुखं सादरं मे करुणं विमरुदधौतं धौतबलं शमलं हितमपि ददतं हतपापीशं करुणावरुणालय शरणं शरणं करुणावरुणालय शरणं शरणं यामोयमिनं शरणं तमन्तसुतिकरणं ആദ്യമായി സഞ്ജയന്റെ പേരിൽ കവിതയ്ക്ക് പുരസ്കാരം ഏർപ്പെടുത്തി. ചെമ്മനം ചാക്കോ, ONV കുറുപ്പ്, സുഗതകുമാരി, മധുസൂദനൻ നായർ, അക്കിത്തം, വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്നിവർക്കാണ് ഇതിനു മുൻപ് സഞ്ജയൻ പുരസ്കാരം നൽകിയത്. ഇത്തവണ ആദ്യമായാണ് നിരൂപണ സാഹിത്യം നൽകുന്നത്. 2005 O ചന്തുമേനോന്റെ പേരിൽ നോവലിന് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. MT വാസുദേവൻ നായർ, ശ്രീമതി P വത്സല, M മുകുന്ദൻ,
സി രാധാകൃഷ്ണൻ, പെരുമ്പടവം ശ്രീധരൻ എന്നിവർക്കാണ് പോയ വർഷങ്ങളിൽ ഈ പുരസ്കാരം നൽകിയത്. ഇക്കുറി ആദ്യമായാണ് കഥാസാഹിത്യത്തിന് ഈ പുരസ്കാരം നൽകുന്നത്. 2008 KT മുഹമ്മദിന്റെ പേരിൽ നാടക ചലച്ചിത്ര മേഖലയിലെ മികവുറ്റ കലാകാരന്മാർക്ക് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. നെടുമുടി വേണു, സൂര്യകൃഷ്ണമൂർത്തി എന്നിവർക്കാണ് ഇതിനു മുൻപ് പുരസ്കാരം നൽകിയത്. 2008 തന്നെ വിവിധ മേഖലകളിൽ മറുനാട്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രവാസി സംസ്കൃതി പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. സുധാകരൻ രാമന്തളി ബാംഗ്ലൂർ, VTV ദാമോദരൻ അബുദാബി എന്നിവർക്കാണ് ഇതിനു മുൻപ് ഈ പുരസ്കാരം ലഭിച്ചത്. മലയാള ഭാഷാ പാഠശാലയുടെ പുരസ്കാരദാന ചടങ്ങ് ഓരോ വർഷവും കേരളത്തിന് അകത്തും പുറത്തുമായി വിവിധ സ്ഥലങ്ങളിലായി സംഘടിപ്പിച്ചു വരുന്നു. വ്യക്തികളും സ്ഥാപനങ്ങളും സ്വയം സന്നദ്ധരായി ചടങ്ങ് സംഘടിപ്പിക്കുകയാണ്. 2006-ലും 2007-ലും ബാംഗ്ലൂർ ഇന്ദിരാനഗർ ഈസ്റ്റ് കൾച്ചറൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് അവാർഡ്ദാന ചടങ്ങ് നടന്നത്. പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയവർ 2008 മുതൽ ചന്തുമേനോൻ പുരസ്കാരം സ്ഥിരമായി നൽകുന്ന ചന്തുമേനോന്റെ പേരമകൻ ബാംഗ്ലൂർ നിവാസിയായ KP രവീന്ദ്രനാഥിനെയും, KT മുഹമ്മദ് പുരസ്കാരം ഏർപ്പെടുത്തിയ മുതൽ സ്ഥിരമായി നൽകിക്കൊണ്ടിരിക്കുന്ന MK സോമൻ ബാംഗ്ലൂരിനെയും, ഈ വർഷം മുതൽ സഞ്ജയ് പുരസ്കാരം സ്ഥിരമായി നൽകാമെന്ന് വാഗ്ദാനം നൽകിയ ഈ സ്ഥാപനത്തിന്റെ അമരക്കാരൻ അഡ്വക്കേറ്റ് P കൃഷ്ണദാസിനെയും നന്ദിപൂർവ്വം സ്മരിച്ചുകൊള്ളുന്നു. 10,000 രൂപയും ശില്പവും സ്നേഹാക്ഷര സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ വർഷത്തെ പുരസ്കാര ജേതാക്കളായ ഡോക്ടർ സുകുമാർ അഴീക്കോട്, T പത്മനാഭൻ, അടൂർ ഗോപാലകൃഷ്ണൻ എന്നിവരെ വേദിയിലേക്ക് സാഭിമാനം സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പുരസ്കാരദാനങ്ങൾ നിർവഹിക്കാനായി മലയാള ഭാഷാ പാഠശാലയുടെ സാരഥിയായ TP ഭാസ്കര പൊതുവഴി ക്ഷണിച്ചു കൊടുക്കുന്നു. പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നതിനായി ആലങ്കോട് ലീലാകൃഷ്ണൻ, T പ്രകാശ്, TN പ്രകാശ്, PK ഗോപി എന്നിവരെയും സ്നേഹമൊഴികളാൽ ചടങ്ങ് ധന്യമാക്കുന്നതിന് വേണ്ടി P കൃഷ്ണകുമാർ, KK മൊയ്തീൻ കോയ, MK സോമൻ എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പാഠശാലയിൽ വരുന്നവർക്കെല്ലാം അന്നമൂട്ടുന്ന പാഠശാലയുടെ താങ്ങും തണലുമായ ഭാസ്കര പൊതുവാൾ മാഷിന്റെ സഹധർമ്മിണി ശ്രീമതി AV ജാനകിയെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി പൊതുവാൾ മാഷിന് നമ്മളോട് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. സാർ. ആദരണീയരായ ഗുരുജനങ്ങളെ, ഈ ധന്യമായ സമ്മേളനം പ്രസംഗം സാർത്ഥകമായ ഈ ഒത്തുചേരൽ എല്ലാ അർത്ഥത്തിലും എൻ്റെ മനസ്സിനെ ഏറെ ചരിതാർത്ഥ്യം ഉള്ളതാക്കി തീർക്കുകയാണ്. VA കേശവൻ നമ്പൂതിരിയുടെ
ഒരു കവിതയുണ്ട്, കല്യാണ സൗഗന്ധികം. ആ കല്യാണ സൗഗന്ധികം ആട്ടക്കഥ എഴുതുക കോട്ടയം തമ്പുരാൻ തുടങ്ങിയപ്പോൾ നിർണായകമായ മുഹൂർത്തം വന്നപ്പോൾ വാക്ക് കിട്ടാതെ ഇറന്നുപോയി എന്ന് പറയാൻ നിശ്ചയിച്ചു. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വി എ കേശവൻ നമ്പൂതിരി ആ വരികൾ കുറിച്ച് അതിലെ 3-4 വരി ഒരു സന്ദർഭത്തിൽ യുക്തമാണ് തോന്നിയതുകൊണ്ട് ഞാൻ വായിക്കും. അത് ഇനി ആരംഭിക്കട്ടെ. നാട്ടകമൊട്ടക്ക് കേടി പരത്തിയ കോട്ടയം തമ്പുരൻ സായങ്ങവേളയിൽ ആട്ടക്കഥന്റെ രചന തുടരവേ ആലോചനയുഴുകി കുറച്ചിട കല്യാണ സൗഗന്ധികം കഥ കാന്തയാം കല്യാണിതൻ വാക്കുകെട്ടു പ്രബോധരൻ കല്യാണ പുഷ്പങ്ങൾ തേടി ഗമിക്കയാം രാസപൂർവം കദളീവനോന്മുഖം. ഈ വാർത്ത തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഹനുമാൻ അറിയുന്നു. എത്രയോ കാലമായി എൻ്റെ അനുജനെ കാണാൻ വേണ്ടി ഞാൻ കൊതിയോടെ നിൽക്കുന്നു. എൻ്റെ ആഗ്രഹമായപ്പോൾ സാധിക്കാൻ വേണ്ടി പോകുന്നു. ഈ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്ന രംഗം വർണ്ണിക്കേണ്ടി വന്നപ്പോൾ കോട്ടയം തമ്പുരാൻ വാക്ക് കിട്ടാതെ ഈ അപൂർവമായി സഹോദര സംഗമത്തെ എന്ത് വാക്കുപയോഗിച്ച് ഞാൻ വർണ്ണിക്കേണ്ടി അറിയാതെ ഈ കല്യാണ സംബന്ധിച്ച ആട്ടക്കഥ എഴുതാൻ സാധിക്കാതെ നിൽക്കുന്ന സമയത്താണ് പഴശ്ശിത്തമ്പുരാൻ, എൻ്റെ പ്രിയപ്പെട്ട അനുജൻ പഴശ്ശിത്തമ്പുരാൻ കയറി വരുന്നു. ആയി വരുന്നു പഴശ്ശി പാർത്തിടും കൂട്ടുരന്റെ അനുജനല്ലേ ഇവൻ. ആയി വരുന്നു പഴശ്ശിയിൽ പാർത്തിടും കൂട്ടുരന്റെ എന്റെ എന്റെ അനുജനല്ലേ ഇവൻ. ആരിക വരുന്നു ഇവനാരിതില്ലേ എന്ന പദം ഈ മുഹൂർത്തത്തെ വർണ്ണിക്കുമ്പോൾ എങ്ങനെ രംഗത്തവതരിപ്പിക്കും ഈ രംഗം അപൂർവ സഹോദര സംഗമം. എങ്ങനെ വാക്കുകളാലേ തളച്ചിടും മംഗളാഹ്ലാദമതൊത്തുംഗവേളയെ. എങ്ങനെ രംഗത്തവതരിപ്പിക്കും ഈ രംഗം. അപൂർവ പ്രതിഭാശാലികളായ ഒരിക്കലും ഇത്രമാത്രം ഇങ്ങനെ ചേർന്നിരിക്കുന്ന ഗോപാലകൃഷ്ണൻ ഈ കല്യാണം എങ്ങനെ രംഗത്തവതരിപ്പിക്കും ഈ രംഗം അപൂർവ സഹോദര സംഗമം. എങ്ങനെ വാക്കുകളാലേ തളച്ചിടും മംഗളാഹ്ലാദമതൊത്തുംഗവേളയെ. ഭാഷയെ സ്നേഹിക്കുന്ന, മലയാള മനസ്സിനെ സ്നേഹിക്കുന്ന ആരുടെ മനസ്സാണ് സന്തോഷം കൊള്ളാത്തത്? മംഗളാഹ്ലാദമതൊത്തുംഗവേളയെ. ഗുരുജനങ്ങളെ, നിങ്ങളുടെ സ്നേഹ മനസ്സിന് മുന്നിൽ മലയാള ഭാഷയുടെ പാഠശാലയുടെ ഹൃദയം നിറഞ്ഞ ഈ കോളേജിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ പേരിൽ, ഇതിൻ്റെ എല്ലാ ഭാരവാഹികളുടെയും പേരിൽ, ഈ നാട്ടിലെ നല്ല മനസ്സുകളുടെ എല്ലാവരുടെയും പേരിൽ സ്നേഹത്തിൻ്റെ 1000 മലയാള ഭാഷാ പാഠശാലയെ കുറിച്ച് വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഏറെ ദീർഘമായി ഒന്നും തന്നെ ഞാൻ ഈ സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അരങ്ങ്, ഈ സ്ഥാപനത്തിൽ ആദ്യമായാണ് ഈ രീതിയിലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഔപചാരിക സ്വഭാവമില്ലാതെ നേരിട്ട് കാര്യത്തിലേക്ക് കടക്കുകയും എല്ലാവരും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവരവരുടെ ദൗത്യം നിർവഹിക്കുകയും അങ്ങനെ ഒതുക്കവും മിനുക്കവും ഉള്ള ഒരക്ഷരം ചേരുകയാണ് സ്നേഹാക്ഷര സമുച്ചയമായി, ഒരരങ്ങായി, സമ്മേളനമായി, പ്രസംഗമായി ഈ വേദിയിൽ സദസ്സും അറിയാതെ മാറുമ്പോണ്ടാകുന്ന ഒരു മാറ്റമുണ്ടല്ലോ. ഇത് മലയാള ഭാഷയുടെ സ്നേഹത്തിന്റെ മാറ്റമാകുന്നു.
നന്മയുടെ തിരിച്ചറിവാകുന്നു. അങ്ങനെ ഒരു തിരിച്ചറിവിൻ്റെ സ്നേഹം മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നു. എൻ്റെ കൊച്ചു മക്കളെ ഞാൻ എൻ്റെ കുട്ടികളെ വിളിക്കും. കാരണം ഇവരോടൊപ്പം 3 മാസം മുമ്പ് ഞാൻ ഇവരോടൊപ്പം സംവദിച്ചിരുന്നു. ഞാൻ മിനിഞ്ഞാന്ന് ഇവരോടൊപ്പമായിരുന്നു. ഈ അന്തരീക്ഷം, ഈ ഭരതപ്പുഴയും ഈ കോളേജിൻ്റെ അന്തരീക്ഷവും ഇതിൻ്റെ ഇപ്പോഴത്തെ അമരക്കാരനായ കൃഷ്ണകുമാറിൻ്റെ ഒക്കെ സ്നേഹ സാന്നിധ്യവും കൃഷ്ണദാസിൻ്റെ സ്നേഹ സാന്നിധ്യവും ഒക്കെ കൂടി ചേർന്ന് ധന്യമായ ഒരു അരങ്ങിവിടെ രൂപപ്പെട്ടിരിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ വന്ന മുഴുവൻ ആളുകളെയും നെഞ്ചേറ്റുന്നു. ഈ ചടങ്ങ് തീരുമ്പോഴേക്കും ഈ അകം മുഴുവൻ ഒരു പോസിറ്റീവ് എനർജി. കാരണം ഞാൻ പറയുന്നത് എൻ്റെ പാഠശാലക്കകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മുഴുവൻ സാഹിത്യകാരന്മാരും ഒരു തവണ അല്ലെങ്കിൽ പലതവണ വന്ന് അവരുടെ പാദസ്പർശം കൊണ്ടും ശബ്ദഗന്ധം കൊണ്ടും ആ വീട്ടിനകത്തൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് സൂക്ഷിക്കാൻ ഇന്ന് വരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. എൻ്റെ വീട്ടിനകത്ത് ബന്ധുക്കൾ പോലും പലപ്പോഴും വരാറില്ല. ബന്ധുക്കൾ വരുന്നത് അടുത്ത ബന്ധുവിനെ എന്തെങ്കിലും ദുഷിക്കാൻ വേണ്ടിയായിരിക്കും. അപ്പൊ എൻ്റെ ഭാര്യ പറയും അതെനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഏത് സന്ദർഭത്തിലും നല്ലത് മാത്രം സംസാരിക്കുന്ന ഒരു ഇടമാക്കി മാറ്റിയെടുക്കാൻ എൻ്റെ വീട്ടിൽ വരുന്നത് നിങ്ങൾക്കത് ബോധ്യപ്പെടും. എൻ്റെ പാഠശാല വരുന്നത് നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഇവിടെ പലരും ഇവിടെ വന്നവരാണ്. അതുകൊണ്ട് തന്നെ നന്മ മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്ന സ്നേഹത്തിന്റെ ഒരു മറ്റൊരു പാഠശാലയായി ഈ വിദ്യാലയം മാറുകയാണ്. ഇത് തീരുന്നതോടൊപ്പം ഇതിനകത്തും നിറയെ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഈ മഹാനുഭാവന്മാരുടെ ഒക്കെ നല്ല വാക്കുകൾ കേൾക്കാൻ നമുക്ക് അവസരം ഒരുങ്ങിയിരിക്കുന്നു. ധന്യതയോരുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൽ സംബന്ധിച്ച എല്ലാ സുമനസ്സുകളുടെയും വിനീതനായി നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ചടങ്ങ് നിർവഹിക്കുകയാണ്. എൻ്റെ ഗുരുജനങ്ങൾക്ക് ഭാഗ്യവും ഇവരെ ആദരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം എന്താ പറയുക, ഇവര് എല്ലാ രീതിയിലും ഒരുപാട് ആദരവ് ഏറ്റുവാങ്ങിയവരാണ്. മലയാള ഭാഷാ പാഠശാലയുടെ പുരസ്കാരം അവരെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ള കാര്യമേ അല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഭാഷയെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ഇവരെ ആദരിച്ചേ പറ്റൂ. ഭാഷയ്ക്ക് ഒരു വേണം, മലയാള ഭാഷയ്ക്ക് ഒരു ആവശ്യമാണ്. അതുകൊണ്ട് ഭാഷയ്ക്ക് വേണ്ടിയാണ് ഈ കഥയുടെ പ്രപഞ്ചത്തിന്റെ രാജശില്പിയെ വിശേഷിപ്പിക്കാവുന്നത്. വാക്കുകൾക്ക് അതിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിനൊപ്പം അത് ഉണർത്തുന്ന ഭാവതലത്തിന്റെ ശക്തമായ ചില അടിയൊഴുക്കുകൾ, ഈ അടിയൊഴുക്കുകൾ നമ്മളിലേക്ക് ഉണർത്തുന്ന സ്നേഹത്തിന്റെ മറ്റൊരു നീരൊഴുക്കുകൾ, ഇതൊക്കെ നമ്മളിലേക്ക് പകർത്താൻ കഴിയുന്ന ആ അക്ഷര ഗരിമയുടെ ഈ സാരഥി അഭ്രവാണിയിലൂടെ നമ്മളെ ഒരുപാട് നമ്മളെ പുതിയ രീതിയിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഗോപാലകൃഷ്ണ സാറ്, ഡോക്ടർ സുകുമാരനോട് തത്വമസി എല്ലാ നന്മയും നമ്മളൊക്കെ കാണുന്നത് ജീവിതത്തിന്റെ എല്ലാ നന്മകളെയും പാരമ്പര്യമായ നമ്മുടെ സംസ്കൃതിയുടെയൊക്കെ ഊർജ്ജം ഇവിടെ നിൽക്കുമ്പോൾ ഈ തിരുവല്ലാമലയിലോ പാമ്പാടിയിലോ അയ്യൂർ മഠത്തിന്റെയോ ഒക്കെ എത്തുമ്പോൾ നമ്മുടെ ഇതിഹാസങ്ങളുടെയും ചരിത്രങ്ങളുടെയും ഒക്കെ ഏതോ ഒരു ശക്തമായ തലം നമ്മളിലേക്ക് ഉണർത്തുന്ന ഒരു ഭാവഗംഗയുണ്ട്, ആത്മീയ ഹിമാലയമുണ്ട്. ഇതൊക്കെ നമ്മളെ തേടിപ്പിടിച്ച് കണ്ടെത്തി നമുക്ക് കാണിച്ചു തന്ന മഹാപ്രതിഭാശാലിയായ അഴീക്കോട് സാറ് ഇങ്ങനെയുള്ള ഈ പ്രഗത്ഭരെ പരിചയപ്പെടുന്നതിന് വേണ്ടി ഗോപി സാറ് അദ്ദേഹം വരും. ആലങ്കോട് ലീലാകൃഷ്ണൻ, അതേപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട എ പ്രകാശൻ, ഒപ്പം മറുനാട്ടിൽ നിന്നും ഇവിടെ വന്ന എന്റെ പ്രിയപ്പെട്ട മൊയ്തീൻ കോയ, നടൻ ബാക്കി എല്ലാവരും പ്രസിദ്ധരായ മൊയ്തീൻ കോയ അബുദാബിയിൽ നിന്ന്, എന്റെ പ്രിയപ്പെട്ട എം കെ സോമൻ, 2 പാഠശാലയുടെ പരിപാടി ബാംഗ്ലൂരിൽ ഇവരാണ് സംഘടിപ്പിച്ചത്. അതിന്റെ സാരഥികളൊക്കെ ഇവിടെ ഗോപാലകൃഷ്ണ സാറ്, വിശ്വനാഥൻ ഇവിടെ വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്നും ഇതിനു വേണ്ടി മാത്രം. ഇതിനെല്ലാം കൊണ്ടും ധന്യമായ ഈ വേളയിൽ കൃഷ്ണദാസ് സാറിന് ഇവിടെ വരേണ്ടതായിരുന്നു. അദ്ദേഹം ട്രീറ്റ്മെന്റിൽ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ ഈ സ്ഥാപനത്തിന്റെ എല്ലാമായ കുമാർ കൃഷ്ണകുമാർ ഒക്കെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നു. എല്ലാവരുടെയും സ്നേഹമനസ്സിന് മുന്നിൽ പ്രിയനായി ഒരിക്കൽ കൂടി നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കൃത്യം നിർവഹിക്കട്ടെ. സർജൻ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സുകുമാർ അഴീക്കോട് സാറിനെയും, കോച്ച് സത്യനാരായണ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ടി പത്മനാഭൻ സാറിനെയും, കെ ടി മുഹമ്മദ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെയും ക്ഷണിച്ചു കൊടുക്കുന്നു.
ആദരണീയരായ ഗുരു കൽപ്പനെ, പ്രിയപ്പെട്ടവർ, അങ്ങേയറ്റം സംസ്കാരപൂർണമായ ഒരു പരിപാടി പങ്കെടുക്കുന്നതിൻ്റെ ചാരിതാർത്ഥ്യവും ധന്യതയും നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ്. മഹത്തുക്കളെ ആദരിക്കുന്ന സ്ഥലത്ത് ചെന്നാൽ എത്ര ചെറിയ ആളാണെങ്കിലും ആ മഹത്വത്തിൻ്റെ ഒരു അംശം അവിടെ അർത്ഥിയായിട്ട് എത്തിയിട്ടുള്ള ആൾക്കും ലഭിക്കും. അത് മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നേടുന്ന ചാരിതാർത്ഥ്യം. ഇവിടെ ഭാസ്കര കുറുവാൾ മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും വേണ്ടി തൻ്റെ സമയവും ധനവും പല ശേഷികളും സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന പൊതുവാൾ മാഷ് 3 പുരസ്കാരങ്ങൾ, മലയാളമയുടെ കേരളീയ സംസ്കാരത്തിൻ്റെ കുലഗുരുക്കളായ 3 പേർക്ക് ഇവിടെ വെച്ച് സമ്മാനിച്ചിരിക്കുകയാണ്. ഡോക്ടർ സുകുമാർ അഴീക്കോട് സാർ, ടി പത്മനാഭൻ സാർ, അടൂർ ഗോപാലകൃഷ്ണൻ സാർ, അവർ 3 പേരും എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റം ഗുരുസ്ഥാനികരായിട്ടുള്ള ആളുകളാണ്. അവരെ 3 പേരെയും ഞാൻ ആദരപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇത് വില്വാദ്രിയുടെ താഴ്വര, ഭാരതപ്പുഴയുടെ തീരം, സോമേശ്വരം ക്ഷേത്രത്തിനും ഐവർ മഠത്തിനും ഇടയിലുള്ള ഇത്തിരിവട്ടം സ്ഥലത്തിന് ഭാരതഖണ്ഡം എന്നാണ് പേര്. പണ്ട് പഞ്ചപാണ്ഡവന്മാർ കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിച്ചവരുടെ ശാന്തിക്ക് വേണ്ടി പിതൃബലി നടത്തിയ സ്ഥലമാണെന്നാണ് സങ്കല്പം, ഐതിഹ്യം. മലഞ്ചേരിയിലെ ചന്ദനമരം പോലെ ഇവിടെ വീക്കേൻ ഉണ്ടായിരുന്നു. കുഞ്ഞിരാമൻ നായർ വഴി എത്രയോ തവണ പുത്തുമ്പിയെ പോലെ പാല് കടന്നു നടന്നിരുന്നു. വൈലോപ്പിള്ളി മാഷത്തിലെയാണ് അന്ത്യവിശ്രമം കൊടുക്കുന്നത്. അങ്ങനെ പല നിലയ്ക്കും മുന്നിൽ നടന്നൊരു സ്ഥലത്താണ് ഇവിടെ കുട്ടികളെ, നിങ്ങളെപ്പോലുള്ള ഭാഗ്യം ചെയ്ത കുട്ടികൾക്ക് ഈ 3 കുലഗുരുക്കളെ ഒരുമിച്ച് കാണാനും അവരുടെ സാന്നിധ്യം അനുഭവിക്കാനും ഭാഗ്യം ഉണ്ടായിരുന്നു. അതിൽ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് മാഷെ പരിചയപ്പെടുത്താൻ അഴീക്കോട് സാറിനെ. എന്തൊരു സാഹസമാണ്! ഞാൻ അഴീക്കോട് സാറിനെ മലയാളത്തിൽ പരിചയപ്പെടുത്തുകയും ഒരിക്കലും ഞാൻ ആ സാഹസം ചെയ്യുകയില്ല. പക്ഷേ അദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ചിലപ്പോൾ അദ്ദേഹം ആരാണെന്ന് മുഴുവൻ മലയാളികൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ ഒരു സ്വകാര്യമായ ഒരു ദുഃഖമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഗുരുപരമ്പരകളിൽ ഉൾപ്പെടുന്ന ഒരാളായിട്ടാണ് ഞാൻ അഴീക്കോട് സാറിനെ എന്നും ബഹുമാനിച്ചിട്ടുള്ളത്. തത്വമസി എന്ന പുസ്തകം എഴുതിയതിന്റെ പേരിലല്ല. ഇന്ത്യയുടെ സംസ്കാരം നിലനിന്നത് അനവധി കാലങ്ങളിൽ, പല കാലങ്ങളിൽ പല ഗുരുക്കന്മാർ വെളിച്ചം പോലെ സംസ്കൃതിയുടെ അടിസ്ഥാനമായ അറിവ് നാടൊട്ടുക്ക് പ്രചരിപ്പിച്ചതുകൊണ്ടാണ്. അവർ സന്യസിച്ചില്ല. സന്യസിച്ച് ഒരു പക്ഷേ, അല്ലെങ്കിൽ സന്യാസികളായിട്ട് പക്ഷേ ഗൃഹസ്ഥാശ്രമം വിട്ടു പോയിരുന്നെങ്കിൽ അവരുടെ അറിവ് കൊണ്ട് ലോകത്തിന് പ്രയോജനം ഉണ്ടാകുമായിരുന്നില്ല. മരുത്വാമലയിലേക്ക് തപസ്സിന് പോയ ഒരു സന്യാസി ബോധോദയം ലഭിച്ചതിന് ശേഷം മരുത്വാമലയിൽ തന്നെ താമസിച്ചിരുന്നുവെങ്കിൽ കേരളത്തിന് നവോത്ഥാനം ഉണ്ടാകുമായിരുന്നില്ല. മരുത്വാമലയിൽ വെച്ച് തനിക്ക് കൈവന്ന ബോധോദയത്തിന്റെ പ്രകാശം ചേറടിത്തട്ടിൽ താഴ്ന്നു കിടക്കുന്ന പതിത ജനലക്ഷങ്ങൾക്ക് നൽകാൻ വേണ്ടി മലയിറങ്ങി വന്ന ശ്രീനാരായണൻ ആണ് ആധുനിക കേരളത്തിന്റെ ഗുരു. ശ്രീനാരായണനിൽ നിന്ന്, ഗുരുദേവനിൽ നിന്ന് പരന്നുകൊള്ളുന്ന ഒരു മഹത് ചൈതന്യമുണ്ട്. അത് ഇന്ത്യയുടെ ആത്മാവാണ്. അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരേണം. കേരളീയ നവോത്ഥാനം കെട്ടിപ്പൊക്കപ്പെട്ടിട്ടുള്ളത് ഈ മഹത്തായ ദർശനത്തിലാണ്. ഒരു സന്യാസിക്ക് ലൗകിക ലോകത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ ദർശനം നൽകിയ ഗുരുദേവന്റെ പരമ്പരയിൽ, ഒരുപക്ഷെ അതിലും ശക്തമായ വാഗ്ഭടാനന്ദന്റെ പരമ്പരയിൽ ഒക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു കുലഗുരുവാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട്. അദ്ദേഹം കോളേജ് അധ്യാപകനായിരുന്നു, വൈസ് ചാൻസലറായിരുന്നു, ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. കേരളം മുഴുവൻ നടന്ന് ഇപ്പോഴും നാം മറന്നുപോയ കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം വാസ്തവത്തിൽ സന്യാസിയാണ്, എല്ലാം മാറ്റി വെച്ച ഒരാളാണ്. ഇതൊന്നും ആവശ്യമില്ല. എനിക്കും ഈ ചെറിയ ഒരു ഖദർ വസ്ത്രത്തിനകത്ത് സ്പന്ദിക്കുന്ന ഈ ഹൃദയമല്ലാതെ, ഈ മഹത്തായ ബുദ്ധിയുടെ സ്നേഹത്തിന്റെ വെളിച്ചമല്ലാതെ മറ്റൊന്നും തനിക്ക് ആവശ്യമില്ലെന്ന് തീരുമാനിച്ച അഴീക്കോട് സാറിനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള മൂന്ന് കേന്ദ്രങ്ങളാണ് അദ്ദേഹത്തിന് പ്രചോദിപ്പിച്ചത്. അതൊന്ന് ഇന്ത്യൻ ഉപനിഷത്തുകളാണ്, രണ്ടാമത്തേത് നമ്മുടെ കേരളീയ ഭാരതീയ സാഹിത്യമാണ്, ലോക സാഹിത്യമാണ്, മൂന്നാമത്തേത് മഹാത്മജിയാണ്. ഈ 3 പ്രഭവങ്ങളിൽ നിന്ന് നേടിയ ഊർജം ഒരു തളർച്ചയുമില്ലാതെ 85-ാം വയസ്സിലും എനിക്ക് മാഷ കാണുമ്പോൾ ഒരു അസൂയ കലർന്ന ആഗ്രഹമാണ്. ഞങ്ങളൊക്കെ തളർന്നു പോകുമ്പോൾ മാഷ് നിർഭയതയോടുകൂടി ശിരസ്സുയർത്തിപ്പിടിച്ച് സ്വതന്ത്രനായി അനിഷ്ടങ്ങൾ പറഞ്ഞും തിരുത്തിയും അതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെയും ഇന്നും നമ്മുടെ കൂടെ ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ. അല്പായുസുള്ള അല്പപ്രാണികളായ നമ്മളുടെ ആയുസിൽ നിന്നും കുറച്ചൊക്കെ എടുത്തിട്ടാണെങ്കിലും ഈ കുലഗുരുക്കന്മാർ ആരോഗ്യത്തോടും
ആയുസ്സോട് നിർത്തി നമ്മുടെ കൂടെ ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യൻ ഉപനിഷത്തുക്കളെ പലരും പരിചയപ്പെടുത്തുന്നു. മാക്സിമം ലോയ്സിനും ഒക്കെ ഉപനിഷത്തുക്കളെ ലോകഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നു. പക്ഷെ തത്വമസി ചെയ്ത വലിയ സേവനം ഉപനിഷത്തിന്റെ ദർശനം എന്താണ്? സാധാരണക്കാരായ ആളുകൾക്ക് ഉപനിഷത്ത് ദർശനം, ഇന്ത്യൻ സംസ്കൃതി എങ്ങനെയാണ് നിലനിന്നത്, അടുത്തിരുന്ന് ഗുരുവിൽ നിന്ന് പറഞ്ഞു നിൽക്കുന്ന മഹാവെളിച്ചമായി എല്ലാ ജീവിതവും അവരുടെ ജീവിതവും അവസാനിച്ചാലും ബാക്കി നിൽക്കുന്ന സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു അന്വേഷണ പരമ്പരയായി ഇതിനെ അഴിമൂർ സാധാരണക്കാർക്ക് രൂപപ്പെടുത്തുന്നത്. ഇന്ത്യൻ ദർശനങ്ങളുടെ ഹിമാലയം ആണ് ഉപനിഷത്തുകൾ. വേദങ്ങളും വേദാന്തങ്ങളും ഉപനിഷത്തുകളും ചേർന്ന ഭാരതീയ തത്വസംഹിത, ഭാരതീയ ദർശന സംഹിത വളരെ കാലം സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്നു. ഇന്ത്യയിലെ ബ്രാഹ്മണ മതങ്ങൾ ഇന്ത്യൻ ദർശനങ്ങൾ മുഴുവൻ കുത്തകയാക്കി വെക്കുകയും തൊട്ടുകൂടാത്തവരും നേടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരുമായി മാറ്റി നിർത്തപ്പെട്ട ബഹുഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക് അത് തൊടാൻ കിട്ടാത്ത വിധത്തിൽ അകലത്ത് നിർത്തുകയും ചെയ്തു. ശൂദ്രം അക്ഷര സംയുക്തം ദൂരതപരിവർജയിൽ എന്നും വേദം കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയം മുറുക്കി ഒഴിക്കണമെന്നും നിയമം ഉണ്ടായിരുന്ന കാലത്ത് അതിനെ ലംഘിച്ച് അറിവ് സ്വതന്ത്രമാകണം. അറിവ് എല്ലാവർക്കും ഉള്ളതാണ്. അറിവ് നേടാതെ മനുഷ്യർക്ക് സ്വതന്ത്രരാകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന ഈ അമൃതം ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, നിരക്ഷരർക്ക് പോലും ലഭ്യമാക്കണമെന്ന നവോത്ഥാനത്തിന്റെ ഒരു വിപ്ലവാത്മകമായ സന്ദേശമാണ് ഇന്നും അഴിക്കോട് സാധാരണയുള്ള ആളുകൾ കൊണ്ടു നടക്കുന്നത്. അദ്ദേഹം തനിക്ക് കിട്ടിയത് സ്വന്തമാക്കി വെക്കുകയല്ല ചെയ്യുന്നത്, കിട്ടിയത് അത്രയും നമുക്ക് പങ്കിട്ട് തന്നിരിക്കുന്നു. ഈ നിമിഷം വരെയും എത്രയോ വേദികളിൽ സാഗര ഗർജനം എന്നൊക്കെ സാക്ഷാൽ ബേപ്പൂർ സുൽത്താൻ വിശേഷിപ്പിച്ച ആ ഗർജനം കേവലമായ ഗർജനമല്ല, അത് ഗർജനങ്ങളെല്ലാം അടങ്ങുമ്പോൾ ബാക്കിയാവുന്ന ആദ്യ കുളിർ വായുവിൽ ഒഴുകുന്ന ഒരു ഓങ്കാര മന്ത്രമാണ്. ആ ഓങ്കാരം ലോകത്തിന്റെ സ്വന്തമാണ്. ജാതിയും മതവും വർണ്ണവും വർഗവും ലിംഗവും ഭേദമില്ലാതെ, സമ്പന്നനെന്നോ സവർണനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ സമസ്ത ചരരാശികൾക്കും ലഭ്യമാകുന്ന മഹത്തായ ഇന്ത്യൻ ദർശനങ്ങളുടെ ആധുനികോത്തര കാലത്തെ കാവൽക്കാരനാണ് അഭിവന്ദ്യനായ സുകുമാർ അഴീക്കോട് സാർ. അദ്ദേഹം നാളെയുടെ കാവൽക്കാരൻ എന്ന് മഹാത്മജി വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോറിനെയാണ്. ഇന്ത്യയുടെ കാവൽക്കാരൻ. മഹാത്മജിക്ക് അറിയാമായിരുന്നു, അറിവും ചിന്തയും സർഗാത്മകതയും കൊണ്ട് മാത്രമേ ഒരു രാഷ്ട്രത്തെ അഖണ്ഡമായി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ധാരാശുഭം എന്ന ഷാജഹാന്റെ പുത്രൻ 52 പേർഷ്യൻ ഉപനിഷത്തുക്കൾ പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഇന്ത്യ എങ്ങനെയാണ് ജാതി മത വർണ്ണാതീതമായ ഈ സംസ്കൃതി നിലനിർത്തുന്നതിന് തെളിവാണ്. പഠിപ്പൂർ സാർ ചെയ്തത് സാഹിത്യരംഗത്തായാലും അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഈ അടിസ്ഥാന ജനതയിലേക്ക് അറിവ് പ്രചരിപ്പിക്കുക. സാഹിത്യവും ആരുടെയും കുത്തകയാക്കി വെക്കേണ്ടതല്ല, എല്ലാവർക്കും പ്രയോജനപ്പെടേണ്ടതാണ്. പിന്നെ ഗാന്ധിയൻ ദർശനത്തിൽ ഊന്നിക്കൊണ്ടുകൊണ്ട് അവനവനിലൂടെ പ്രകാശിക്കപ്പെടുന്ന വെളിച്ചം, സ്വയം നവീകരിക്കപ്പെടുന്ന വെളിച്ചം ചുറ്റുമുള്ളവരെയും നവീകരിക്കുന്ന വലിയ കാഴ്ചപ്പാടോടുകൂടി ഈ ഗുരുപരമ്പരകളെ നിലനിർത്തി പോകുന്ന ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മഹാനായ ചിന്തകൻ, എഴുത്തുകാരൻ, ദാർശനികൻ എന്ന നിലയിലൊക്കെ പറയാൻ വിശ്വസിപ്പിച്ചാൽ തീരാത്ത ഒരു കുലഗുരുവിനെ ഞാൻ ആദരിക്കുന്നു. ഞാൻ വിളിക്കുമ്പോൾ അടൂർ സാറിനെയും സാറിനെയും പരാമർശിക്കാതെ പോകുന്നത് അന്യായമാണ്. ഈ രണ്ടുപേരും തന്നെയും ഇതുപോലെ അവരവരുടെ സംഭാവനകൾ കൊണ്ട് നിഷ്കാമകർമ്മികളെ പോലെ, ഇന്നിപ്പോൾ നിഷ്കാമകർമ്മ വാക്കിന് അർത്ഥം അറിയില്ല, ആരോഗ്യം നിഷ്കർമ്മ കാമികൾ എന്നാണ് പറയേണ്ടത്. ഒരു കർമ്മവും ചെയ്യാതെ കാമം ഇങ്ങനെ വർദ്ധിച്ച് ഉപഭോഗ കൃഷ്ണയിൽ മുങ്ങിയ മനുഷ്യരാണ്. ഒന്നും അവകാശവാദം ഉന്നയിക്കാതെ നാമാണ് അവരെ ആദരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ ആദരിക്കുന്നു ഒരാളും പറയുന്നില്ല. അവരെ ആദരിക്കുന്നതിലൂടെ നാം ആദരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവരെ ആദരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായി എന്നത് തന്നെ സംസ്കാരം നിലനിൽക്കുന്നു. എനിക്ക് വലിയ ശുഭപ്രതീക്ഷയുണ്ട്. ഞാൻ പപ്പയുടെ പറയാറ്, എൻ്റെ സ്വഭാവം അചികിത്സ ശുഭപ്രതീക്ഷയാണ്. ചികിത്സ ഭേദമാവാത്ത ഒരു ശുഭപ്രതീക്ഷ ഇടശ്ശേരിയൊക്കെ തന്നതാണ് പൊന്നാനിയിൽ നിന്ന്. ഇൻക്യൂറബിൾ ഒപ്റ്റിമിസം എന്ന് പറയും. എനിക്ക് രസം ഈ വിനോദമാം വഴി ഏതിരുൾ വായിക്കല്ലോ, ഇത് ഏതിരുൾ കൂടി മേൽ ഇവിടട്ടെ, വിടില്ല ഞാൻ ഈ ലക്ഷ്മികളെ എന്ന് ഇടശ്ശേരി കുഞ്ഞനായിരുന്ന വലിയ ഗുരു പൊന്നാനിയിൽ നിന്ന് പഠിപ്പിച്ച വാക്കുകൾ പറയാം. ഈ ഗുരുക്കന്മാരുള്ളതുകൊണ്ട് പപ്പയുടെ കഥയിൽ മറ്റൊരു ഇന്ത്യക്കാരൻ, ഒരുപാട് കഥകൾക്ക് ഇഷ്ടമാണ്, മറ്റൊരു ഇന്ത്യക്കാരൻ എന്ന കഥ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എത്രയോ വർഷം മുമ്പ് വായിച്ചാണ്. എന്നും എൻ്റെ മനസ്സിലുള്ള കഥയാണ്. ഏതോ വിദേശീയരായ ഒരാൾ, ഒരു കമ്പനി മാനേജറായിരുന്ന ആൾ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ആ കമ്പനിയുടെ പരിസരത്തിൽ നിമജ്ജനം ചെയ്യാൻ വരുന്ന മാനേജറുടെ ഭാര്യ പറയും, ഈ മണ്ണിൽ തന്നെ എൻ്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അവർ ഓരോരുത്തരോടും പറയും, അദ്ദേഹം പറഞ്ഞു, നിങ്ങളെയൊക്കെ ഞാൻ സ്നേഹിച്ചു. ഓരോരുത്തരോടും പറയണം, നിങ്ങളെയൊക്കെ ഞാൻ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹമാണ് സുകുമാർ അഴീക്കോടിനെയും അടൂരിനെയും പപ്പേട്ടിനെയും
നമ്മുടെയൊക്കെ മുമ്പിൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീരാത്ത മഹാസാന്നിധ്യങ്ങളാണ് വാക്യങ്ങൾ. ഒരിക്കൽ കൂടി അഴിക്കോട് സാറിലേക്ക് മടങ്ങി വരികയാണ്. അഴിക്കോട് സാർ ഭക്താനന്ദന്റെ ശിഷ്യനാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ അദ്ദേഹം ഹിന്ദുമത സമ്മേളനത്തിൽ 40 തൊട്ട് ഗുരുവായൂർ പങ്കെടുക്കുന്ന ആളാണ്. ഒരിക്കൽ പോലും അമ്പലത്തിനകത്ത് കയറി തൊഴുതിട്ടില്ല എന്ന് പിന്നീട് തുറന്നു പറഞ്ഞു. വിഗ്രഹാരാധകനല്ല, വിഗ്രഹമല്ല ഇന്ത്യയുടെ വെളിച്ചം, മതമല്ല ഇന്ത്യയുടെ വെളിച്ചം, മതാതീതമായ വിഗ്രഹാതീതമായ സദേകം ഏവദ്വിതീയം ഏകം സത് വിപ്രാബുധാവന്തി, സത്യമേകമാകുന്നു, അദ്വിതീയമാകുന്നു. തത്വമസി അദ്ദേഹം പറയും, ഏകാദ്വിതീയം ബ്രഹ്മ, അദ്വിതീയമായ ഏകമാണ് ബ്രഹ്മം. സമസ്ത മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ്, സമസ്ത ദിഗ്ജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഇന്ത്യ ലോകത്തിൽ നൽകിയ മഹത്തായ സന്ദേശം അതാണ്. ഒരു സത്യമേ ഉള്ളൂ, അത് ഒരിക്കലും രണ്ടാമതുണ്ടാവാൻ സാധ്യതയില്ലാത്തതാണ്. ഏകം സത്, സത്യം സത്, ഏകമാണ്, അദ്വിതീയമാണ്. വിപ്രാ ബഹുധാവന്തി, പലരും പലതായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഈ ഇന്ത്യൻ മനസ്സിനെ മഹാത്മജി ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിച്ച ഇന്ത്യൻ മനസ്സിനെ സ്വാമി വിവേകാനന്ദനും രാഹുൽ സാന്ദ്രധ്യാനനും രമണ മഹർഷിയും അരവിന്ദോയും പരമഹംസനും അതിനു മുമ്പ് നമുക്കറിയില്ലാത്ത എത്രയോ ഗുരുപരമ്പരകൾ, ബുദ്ധന്മാർ, ബുദ്ധനും ജൈനനും അടക്കം ബോധോദയം നേടിയ മനുഷ്യർ, ആ വെളിച്ചം ലോകത്തിന് വേണ്ടി കാത്തുവെച്ചവർ, സ്വന്തമായിട്ടൊന്നും നേടാതെ ജീവിതം അവസാനിപ്പിക്കുമ്പോഴും ആ വെളിച്ചത്തിന്റെ അറിവിന്റെ വെളിച്ചത്താൽ അമരന്മാരായി തീർന്ന എത്രയോ ഗുരുപരമ്പരകൾ നമുക്കും ഇതേ വെളിച്ചമായി നിൽക്കുന്നു. മരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിതൃപരമ്പരകൾ. ആ പിതൃപരമ്പരകളുടെ ഗുരുപരമ്പരകളുടെ ഇങ്ങേയറ്റത്തെ കണിയായ ഈ വലിയ ഗുരുനാഥന്റെ കാലത്ത് അവേഗമായിട്ട് എന്തെങ്കിലും ഞാൻ ഉച്ചരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കൊടുക്കണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ ഈ വാക്കുകളുടെ സ്നേഹം മാത്രമേ നൽകാനുള്ള പ്രിയപ്പെട്ട കുട്ടികളെ, ഏറ്റവും പുതിയ കുട്ടികളോട് ഇതൊരു സംസ്കാരമായിട്ട് സ്വീകരിക്കുക. ഇന്ത്യ എന്ന വികാരം 110 കോടി മനസ്സിന്റെ ഇച്ഛ, ഇവിടെ ജനിച്ചവരൊക്കെ ഒന്നാണെന്നുള്ള മഹാബോധം, അത് ലോകത്തെയും ഒന്നാക്കുന്ന വസുധൈവ കുടുംബകം ലോക സമസ്ത സുഖനോ തോന്നു. അവസാനം വിശുദ്ധ ഖുർആനിൽ നിന്ന് വരത്തി ഉച്ചരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയും, മനുഷ്യരെ, നിങ്ങളെ ഞാൻ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വിവിധ ഗോത്രങ്ങളുടെ അടയാള വ്യത്യാസങ്ങൾ തന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ നിങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ആദരണീയനായ കോയക്കയുടെ കണ്ണുകൾ, ഇതൊക്കെയാണ് ഈ ഭദ്രമായ ഇന്ത്യൻ മനസ്സാണ്, ഭാസിൽ ലഭിച്ച ഭാരതത്തിന്റെ മനസ്സാണ് അഴീക്കോട് സാറിനെ പോലുള്ള മുന്നിൽ പ്രകാശിക്കുന്നത്. ആ മനസ്സിനെ മടങ്ങുക, ആ വെളിച്ചത്തെ തൊടുക, അത് മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. ഭാസ്കർ പൊതുവാൾ എന്ന കർമ്മധീരനായ സമർപ്പണം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ മനുഷ്യനെ ആദരിച്ചുകൊണ്ട് ഇത് നിമിത്തമായി തന്നെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അഴീക്കോട് സാറിന്റെ കാര്യത്തിൽ സംസ്കരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പുരസ്കാരം നേടിയ മലയാള കഥാപ്രപഞ്ചത്തിന്റെ സാർവഭൗമൻ ടി പത്മനാഭന്റെ കഥാലോകത്തിലൂടെ യാത്ര ചെയ്യുവാൻ പ്രസിദ്ധ കഥാകൃത്തായ ടി എൻ പ്രകാശിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാഗതം, സുസ്വാഗതം. മലയാള ഭാഷാ പാഠശാലയുടെ അമരക്കാരനായ ശ്രീ ടി പി ഭാസ്കർ പൊതുവാൾ
ഏതൊരു മാന്ത്രിക തെണ്ടുകൊണ്ടാണ് നെഹ്റു കോളേജിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ ഇങ്ങനെ അടക്കിയിരുത്തിയത് എന്നുള്ള ഒരു സംശയത്തിലാണ് ഞാനിപ്പോൾ. കാരണം കേരളത്തിലെ അനേകം എഞ്ചിനീയറിംഗ് കോളേജുകളിലും മെഡിക്കൽ കോളേജിലും ഒക്കെ പോകേണ്ട ദൗർഭാഗ്യം എനിക്കുണ്ടായിരുന്നു. 2005 കേരള സാഹിത്യ അക്കാദമി അവാർഡ് എൻ്റെ ചെറുകഥാ സമാഹാരത്തിന് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ മകൻ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നെ സ്വീകരിച്ച വലിയ കൂവലിൻ്റെ പുറകിൽ അവനും ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും അനുഭവ സമ്പന്നതയോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി, ഡോക്ടർ സുമാർ അഴീക്കോടിനെയും ടി പത്മനാഭനെയും ഭാസ്കര പൊതുവാളിനെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ജാനകിയെയൊക്കെ കണ്ടതിൻ്റെ പേടിയിൽ കണ്ണൂർക്കാരെ അനിഷ്ടതയിലൂടെയുണ്ട് എന്നുള്ള ഒറ്റ ഭയത്തിലാണ് നിങ്ങൾ അടങ്ങിയിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കണ്ണൂർക്കാരെ പൊതുവെ അത്രയൊരു ഒരു പേടിയില്ലാതെ മുന്നോട്ട് നീങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് എനിക്കറിയാം. ഇത് പണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ കണ്ണൂർക്കാരൻ്റെ ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ കാര്യം സാധിക്കാതിരുന്നപ്പോൾ കയ്യിലൊരു ചെറിയ സഞ്ചി ഉണ്ടായിരുന്നു. ഒരു ഘട്ടമെത്തിയപ്പോൾ കാര്യം സാധിക്കുന്നില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നത് തലശ്ശേരിയിൽ നിന്നാണ്, ഇന്ന് ഈ ഫയൽ ഒപ്പിട്ടിട്ട് എൻ്റെ കയ്യിൽ തരണം. തലശ്ശേരിയിൽ നിന്നാണെന്ന് പറഞ്ഞ് സാർ ഇതാ ഇപ്പോഴും ഒപ്പിട്ട് തരാം. ഈ സഞ്ചിയിലേക്ക് നോക്കിക്കൊണ്ട്, കാരണം അതിലേതോ ഇയാളുടെ കയ്യിലുള്ള 2 ഉണ്ട പോലുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ധാരണയിലാണ് വീട്ടിലെ ഈ കോളേജിലെ കുട്ടികൾ ഇത്രയും നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നു എന്നൊരു ധാരണയിലാണ് ഞാൻ നിങ്ങളോട് പത്മനാഭൻ്റെ കഥാപ്രപഞ്ചത്തെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ ലീലാകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു തങ്കത്തിളക്കം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ മഹാഗുരുനാഥന്മാരുടെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ നമുക്കും അതിൻ്റെ ഒരു ശോഭ ഞങ്ങളുടെ ഒക്കെ അരികിലേക്ക് വരികയാണ്. ഇവർ പോകുമ്പോൾ അത് നോക്കി ഞങ്ങളൊക്കെ കരിക്കട്ടകളായിട്ട് മാറുമെന്നാണ് തോന്നുന്നത്. പത്മനാഭന്റെ കഥകൾ വായിച്ചിട്ടാണ് നിങ്ങൾ ഇത്രയും ശാന്തരായി നിൽക്കുന്നത്, ഇത്രയും സുമനസ്സുകളായിട്ട് നിൽക്കുന്നത് ഒരു സന്ദേഹവും കൂടി എനിക്കുണ്ട്. കാരണം ആന്റൺ ചെഖോവിന്റെ കഥകൾ വായിച്ചതിന് ശേഷമാണ് റഷ്യയിലെ ജനങ്ങൾ കുറെ കൂടി നല്ലവരും മഹത്തരമായി ചിന്തിക്കുന്നവരുമായി മാറുന്നത് എന്നുള്ളൊരു പ്രസ്താവന ടോൾസ്റ്റോയ് നടത്തിയിട്ടുണ്ട്. പത്മനാഭനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ആ ഒരു സവിശേഷത ഇല്ല എന്നാണ് തോമസ് മാത്യു തൻ്റെ പഠനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് എപ്പോഴും പത്മനാഭൻ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തൻ്റെ ശത്രുക്കളുടെ എണ്ണം കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളതാണ്. ശത്രുനിരയിൽ വർധനവ് ഇല്ലെങ്കിൽ പത്മനാഭൻ ഓരോ ദിവസവും വല്ലാതെ ആകുലപ്പെടാറുണ്ട്, ആശങ്കപ്പെടാറുണ്ട്, വേവലാതി കൊള്ളാറുണ്ട്. ഇന്ന് ഒരു ശത്രുവിനെ കൂടുതലാക്കിയില്ലല്ലോ എന്നുള്ളൊരു വേവലാതി. ഇതുകൊണ്ടായിരിക്കും പലപ്പോഴും എൻ്റെ നാട്ടിൻ്റെ അഭിമാനമായ 2 പേർ, ഡോക്ടർ സുമാർ അഴീക്കോടും ടി പത്മനാഭനും, പലപ്പോഴും ഇവർ വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ പരസ്പരം കടിച്ചു കീറുന്ന വാർത്തകൾ നിങ്ങൾ പത്രങ്ങളിൽ കണ്ടിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ യാതൊരു ആശങ്കയുമില്ല. പത്മനാഭന്റെ കഥകളെ കുറിച്ച് ഡോക്ടർ അഴീക്കോടിന് വളരെയേറെ സ്നേഹവും സന്തോഷവും വാത്സല്യവും ഒക്കെയാണെന്ന് എത്രയോ ഘട്ടങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. അതുപോലെ തന്നെ വ്യക്തിപരമായി ഇവർ കാണുമ്പോൾ വളരെ സ്നേഹം പുലർത്താറുണ്ട്. സ്റ്റേജിലെത്തുമ്പോൾ അവർ അവരുടെ ദൗത്യം നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പത്മനാഭൻ സ്റ്റേജിലെത്തുമ്പോൾ ഡോക്ടർ അഴീക്കോടിനോട് ഉള്ള വിയോജിപ്പ് രേഖപ്പെടുത്താറുണ്ട്. ഞാൻ ഈ വിഷയം പറയാനില്ല ഇങ്ങോട്ട് വരുന്നു, പത്മനാഭന്റെ കഥകളെ കുറിച്ച് പറയാൻ. എന്തുകൊണ്ട് ഈ കഥകൾ ഇത്രയും കാലമായിട്ട്, ഒരു പക്ഷേ 60 വർഷക്കാലമായിട്ട് 170 കഥകൾ മലയാള കഥാ നവസിൽ ഇങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് മറ്റൊരു ആൾക്കാർ കഥകൾ എഴുതി. ഞങ്ങളൊക്കെ ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ പെട്ടവരാണ്. എങ്കിൽ പോലും പത്മനാഭൻ എന്ന് പറയുന്ന ഒരു വലിയ താരം, അല്ലെങ്കിൽ വലിയൊരു നമുക്കൊക്കെ വഴിവിളക്കായിട്ട്, എല്ലായ്പ്പോഴും ഒരു വലിയൊരു വഴിവിളക്കായിട്ട് പത്മനാഭൻ എപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാറുള്ളത്. അങ്ങനെ ചോദിക്കരുത് എന്നാണ് ഞങ്ങളുടെ അധ്യാപകരൊക്കെ പഠിപ്പിച്ചു തരുന്നത്. ഞാൻ ഈ പത്മനാഭന്റെ കഥകൾ 15 മിനിറ്റ് സംസാരിക്കുക എന്ന് പറയുമ്പോൾ സംസാരിച്ചു പോകുക എന്നുള്ളതാണ്. പണ്ട് ഒരു കോളേജ് ലെക്ചർ ഒരു പയ്യനോട് ചോദിച്ചപ്പോൾ യു ആർ പേയിങ് ഓൺലി ഫോർ ലെക്ചറിങ് നോട്ട് ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ് എന്നാണ് പിന്നെ പയ്യൻ എഴുന്നേറ്റ് പറഞ്ഞത്. നേതാവായിരുന്നത്
നിങ്ങൾക്ക് പണം തരുന്നത്, സർക്കാർ ശമ്പളം തരുന്നത് ലെക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്തു കൊടുക്കുക. അല്ലാതെ വേണ്ടി ഞങ്ങളോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചേക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അങ്ങനെയല്ല, ആ രീതിയിൽ കണക്കിലെടുക്കരുത്. എന്തുകൊണ്ട് പത്മനാഭന്റെ കഥകൾ ഇക്കാലം അത്രയും ഇവിടെ നിലനിർത്തുന്നു? ഒരുപക്ഷെ മനുഷ്യ മനസ്സിനെ ഇത്രയും വിമലീകരിക്കാൻ വേണ്ടി, ഇത്രയും ആർദ്രചിത്രയാക്കാൻ വേണ്ടി എന്റെ മകൾ പറയുന്ന ഒരു കാര്യം ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ഇത് രാത്രി എടുത്ത് ആവർത്തിച്ച് വായിക്കുമ്പോൾ, ഈ സമ്പൂർണ്ണ സമാഹാരം എടുത്ത് വായിക്കുമ്പോൾ രാത്രി കരച്ചിൽ വരുന്നത് കൊണ്ട് ഞാനിത് വായിക്കാറില്ല. എനിക്ക് ഉറക്കത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ മകൾ പറയുന്നത്. അവർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് രാത്രി ചിരിക്കാൻ വേണ്ടി ബഷീറിനെ വായിക്കുന്നതാണ്. പകൽ നേരങ്ങളിൽ മാത്രം പത്മനാഭന്റെ കഥകൾ വായിക്കുന്നത്. ഞാൻ ഈ അടുത്ത ഘട്ടത്തിൽ പത്മനാഭൻ ഇരിക്കുമ്പോൾ തന്നെ ബഷീറിന്റെ പരിപാടി കോഴിക്കോട് പറയേണ്ടി വന്നൊരു കാര്യമാണ്. അപ്പൊ അത് നമുക്ക് കുട്ടികൾ കളവ് പറയാറില്ല എന്നുള്ളതാണ്. എന്റെ കുട്ടിയായതുകൊണ്ട് അവൾ കളവ് പറഞ്ഞേക്കുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. അവളും സത്യമാണ് ഈ കാര്യം പറയുന്നത്. അവൾ പറഞ്ഞൊരു കാര്യം, എനിക്ക് രാത്രി വല്ലാതെ അസ്വസ്ഥ ഉണ്ടായിരിക്കും കഥകൾ വായിക്കുമ്പോഴേ. എന്റെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നു. ജീവിതത്തിന്റെ സമസ്യകൾ ആ അർത്ഥത്തിലല്ല ഈ കുട്ടി പറയുന്നത്. ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മളെ എപ്പോഴും ബോധ്യപ്പെടുത്തുന്നത് സത്യസന്ധമായിട്ട് മാത്രം മനുഷ്യനെ അവതരിപ്പിക്കുന്ന ഒരു കാര്യം. അതിനെ ആരോട് പറഞ്ഞ ഒരു കഥ എടുത്തിട്ട് പറഞ്ഞു മറ്റൊരു ഇന്ത്യക്കാരൻ. ഒരു പക്ഷേ എന്റെ മനസ്സ് എങ്ങനെയാണ് ഈ ആരോട് ഇങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ളൊരു കാര്യം എനിക്ക് അത്ഭുതം തോന്നുന്നു. ആ കഥയെ കുറിച്ച് ഞാൻ ഈ കുറി പറയണമെന്ന് കരുതിയതാണ്. അതുകൊണ്ട് അങ്ങനെ കൊണ്ട് പോയി. ഇപ്പോൾ ഞാൻ ഇങ്ങനെ നിസ്സഹായനായിട്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെ ഈ രീതിയിൽ ഓരോ കഥകൾ എടുക്കുമ്പോഴും പത്മനാഭന്റെ കഥാസമാഹാരത്തിന് ഒരു നീണ്ട അഭിമുഖം സംഘടിപ്പിച്ച DC ബുക്സിന് വേണ്ടി സമ്പൂർണ്ണ കഥാസമാഹാരത്തിന് നീണ്ട അഭിമുഖം നടത്തിയ ഒരാളാണ് ഞാൻ. മറ്റ് അഭിമുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും ചീത്ത പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിമുഖമല്ല. എന്നെ പോലുള്ള ഒരാളും ഞങ്ങളുടെ ഗുരുനാഥന്മാരുടെ ഏതെങ്കിലും അവരുടെ പ്രധാന വർക്കിനെ കുറിച്ച്, ഇപ്പൊ അടൂറിന്റെ വിജയനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അഴീക്കോടിന്റെ തത്വമസിയെ കുറിച്ച് ചീത്ത പറയാനല്ല ഞങ്ങൾ വേദിയിലേക്ക് വരുന്നത്. അതിനെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ മനസ്സിന്റെ മുഖങ്ങളിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി. അവരില്ലായിരുന്നെങ്കിൽ നമ്മളാരും ഇല്ലാതെന്ന് വിചാരിക്കുന്ന ഒരു തലമുറയാണ് ഞങ്ങളുടെ. പിന്നീട് വന്ന തലമുറയൊക്കെ എല്ലാവരെയും ചീത്ത പറഞ്ഞ് നടക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് എത്താൻ വേണ്ടി എളുപ്പമുള്ളൊരു മാർഗമാണ്. അതിന് ചില ഗുരുനാഥന്മാർ തന്നെ പറഞ്ഞു കൊടുത്ത ചില പേരുകളുണ്ട്. നിങ്ങൾ പിതൃ നിന്ന ആവശ്യമുള്ളവരാണ് നമ്മൾ. എനിക്കത് എന്താണെന്ന് അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല ഇതുവരെ. ഈ പിതൃക്കളെ നിന്നേക്കുക, പിതൃകർത്തിയ, അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പത്മനാഭന്റെ കഥകൾ വെച്ചുകൊണ്ട് നമുക്ക് മലയാള കഥയിലെ ഒരു എഴുത്തുകാരനും ആ കഥ പഠിക്കാതെ കൊണ്ട്, ആ കഥ മനസ്സിലാക്കാതെ കൊണ്ട്, ആ കഥ വായിച്ച് അറിയാതെ മുന്നോട്ട് നീങ്ങാൻ വേണ്ടി സാധിക്കില്ല എന്ന് കഥയെ പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത്രയും മഹത്തരമായ കഥകളായിട്ട് നിലനിൽക്കുകയാണ് ഒരു പക്ഷേ. ഇവിടെ ഞാൻ പലപ്പോഴും താരതമ്യം ചെയ്യുന്നത് റഷ്യൻ എഴുത്തുകാരനായ ആൻഡ്രൻ ചെക്കോവിനെയാണ്. ചെറുകഥകൾ മാത്രം എഴുതിക്കൊണ്ട് ഈ 150 വർഷക്കാലം കഴിഞ്ഞിട്ടും ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൻഡ്രൻ ചെക്കോവ്. അതിനുശേഷം ഒരുപക്ഷെ ലോകം കണ്ട കഥാകാരന്മാരിൽ അതേ ജനുസിൽപ്പെട്ട ഒരു എഴുത്തുകാരനെയാണ് നാം പത്മനാഭനിലൂടെ കണ്ടെത്തേണ്ടത്. അത്ര ലാളിത്യത്തോടുകൂടി എഴുതുകയാണ് പത്മനാഭൻ. പത്മനാഭൻ ഇതുവരെ തിരിച്ചറിയാത്ത ഒരു കാര്യവും നമുക്കറിയാത്ത ഒരു കാര്യവും എഴുതിയിട്ടില്ല. അത് മകൻ സിംഗിന്റെ മരണമാകട്ടെ, പ്രകാശം വരുന്ന ഒരു പെൺകുട്ടിയാകട്ടെ, മകനാകട്ടെ, ഭർത്താവാകട്ടെ, ഏത് കഥയുമാകട്ടെ, ഓരോ കഥയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടൊരു സമയം ഭാസ്കര ഒരുപാട് നമുക്ക് തരുന്നില്ല. വളരെ വിഷമം കൊണ്ട് ഈ കാര്യത്തിൽ അതിലേക്കും പകരം ചെയ്യാൻ കൂട്ടാൻ വേണ്ടി നാട്ടിലെത്തി അതിലെന്തായാലും ചീത്ത പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഞങ്ങൾ കണ്ടെത്തും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കഥകൾ എന്തുകൊണ്ട് നമ്മുടെ സമൂഹം ഇത്രയും പതിറ്റാണ്ടുകളായി പേർക്കും വായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു തലമുറയെ വായിക്കുന്നത്, അനന്തര തലമുറകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്മനാഭന്റെ കഥകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ അച്ഛനമ്മമാരിലൂടെയാണ്. അവർക്ക് ചെറിയ വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങളുടെ തലമുറയിലേക്ക് കടന്നു പോവുകയാണ്. ഞങ്ങളുടെ അനന്തര തലമുറയും വായിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? കാലത്തെ അതിജീവിച്ചുകൊണ്ട് ഈ കഥകൾ മനുഷ്യ മനസ്സിനെ ഉരച്ചുകൊണ്ട് കടന്നു പോകുന്നു. അതിനിടയിൽ എത്ര വസന്തങ്ങൾ ഇവിടെ കടന്നുപോയി, എത്ര വേനലുകൾ ഇവിടെ പെയ്തൊഴിഞ്ഞു. പലരും കൊയ്തു പോവുകയാണ്, അല്ലെങ്കിൽ ഇല്ലാതാവുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ പല ബിംബങ്ങളിലും ഇവിടെ കണ്ടു കഴിഞ്ഞു. അവരൊക്കെ നിഷ്പ്രഭമായി പോവുകയാണ്. അപ്പോഴും പത്മനാഭന്റെ കഥ അങ്ങേയറ്റത്തെ യശസ് അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ യശോധാപനത്തോടുകൂടി ഇവിടെ വരികയാണ് ചെയ്യുന്നത്.
എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? പത്മനാഭന്റെ കഥ ഒരിക്കലും ആർട്ടിഫിഷ്യൽ അല്ല, യാന്ത്രികമായി ഉണ്ടാക്കിയ ഒരു കാര്യമല്ല. പത്മനാഭൻ എഴുത്തിന് വേണ്ടി ഒരിക്കലും എഴുത്തിനെ സമീപിച്ചിട്ടില്ല. തനിക്ക് എഴുതണമെന്ന് തന്റെ മനസ്സ് പറയുമ്പോൾ മാത്രം എഴുത്തിലേക്ക് വരികയും, അല്ലെങ്കിൽ പത്മനാഭൻ ഇവിടെ എല്ലാ വാർഷിക പതിപ്പുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥ ഇവിടെയുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോഴും പത്മനാഭൻ എഴുതുന്നില്ല. അനേക വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വർഷം മലയാള മനോരമ ആഴ്ചപത്രത്തിൽ എന്ന് പറയുന്ന ഒരു കഥ എഴുതുന്നത്. ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഞങ്ങളെ പോലുള്ളവരാണെങ്കിൽ ഈ കച്ചവടം അത്ര നന്നായിട്ട് നടത്താൻ വേണ്ടി സാധിക്കുമെന്ന് ഞങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ ഈ ക്ലബ്ബുകളിലും ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ എഴുത്തുകാരും സംസാരിക്കുന്നത് അക്കൊല്ലം എത്രയൊക്കെ വാർഷിക പതിപ്പുകളിൽ എഴുതാൻ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിലാണ് അവർ തങ്ങളുടെ മഹത്വം വിളിച്ചറിയുക. ഇത് എനിക്കും ലീലാകൃഷ്ണനൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഗോപി ഇവിടെ ഇരിക്കുന്നത് ഇവരെയൊക്കെ വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അവിടെയാണ് പത്മനാഭന്റെ മഹത്വം നാം മനസ്സിലാക്കേണ്ടത്. തന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് കടകവിരുദ്ധമായിട്ട് ഒരുപക്ഷെ തന്റെ സാഹിത്യത്തിൽ ഒരിക്കലും കൈകടത്താൻ വേണ്ടി തന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് കടകവിരുദ്ധമായിട്ട് അദ്ദേഹം നിൽക്കുന്നില്ല എന്നുള്ളതാണ്. സ്റ്റേജിൽ കാണുന്ന പത്മനാഭൻ, ഞാൻ പലപ്പോഴും ഇത് ഞങ്ങൾ എഴുതിയ ഒരു കാര്യമാണ്, ഞാനൊക്കെ എഴുതിയൊരു കാര്യമാണ്. സ്റ്റേജിൽ കാണുന്ന പത്മനാഭനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കഥകളെ വിലയിരുത്തരുത്. സ്റ്റേജിൽ പത്മനാഭൻ ഈ പറയുന്ന ഞങ്ങളുടെ ഒരു പ്രയോഗം വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്റ്റേജിൽ സസ്യബുക്കല്ല, ജീവിതത്തിൽ എല്ലായ്പ്പോഴും കഥകളിൽ സസ്യബുക്കാണ് അദ്ദേഹം. സ്റ്റേജിൽ അദ്ദേഹം മാംസബുക്കാണ്. ഈ കാർമികേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ദിനോസറുകളെ കുറിച്ച് പറയുമ്പോൾ രണ്ട് വിഭാഗത്തെ കുറിച്ച് പറയുന്നു. നിങ്ങൾ പഠിച്ചൊരു കാര്യമാണ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ സ്റ്റേജിൽ മാംസബുക്കായിട്ട് മാറുന്ന ഒരു എഴുത്തുകാരൻ എല്ലായ്പ്പോഴും തന്റെ കഥകളിലൂടെ വരുന്നത് സസ്യബുക്കായിക്കൊണ്ടാണ്. മനുഷ്യന്റെ മൃദുല വികാരങ്ങളെ കുറിച്ച്, അവന്റെ ആർദ്രതയെ കുറിച്ച് നിരന്തരം പറയുമ്പോൾ അത് ഏതാണ്ട് പറയുന്ന രീതിയിൽ ഒരു സംഗീതത്തിന്റെ വിവിധ രീതിയിലുള്ള ആലാപന സൗഭാഗ്യം തരുന്നത് പോലെയാണ് നമ്മളത് ഏറ്റുവാങ്ങുന്നത്. അതുകൊണ്ടായിരിക്കും പത്മനാഭന്റെ കഥകൾ മനുഷ്യനെ നല്ലവരാക്കാൻ വേണ്ടിയിട്ട് എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഡോക്ടർ ലീലാവതി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരേ ഒരു കഥ മാത്രം മതി. ആ കഥ നിങ്ങൾക്കറിയാം. വയലാർ അവാർഡ് കൊടുത്തപ്പോൾ ഡോക്ടർ ലീലാവതി പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവന്റെ തെളിവ് എന്ന് പറയുന്ന ഒരു കഥ വെച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഒരൊറ്റൊരു കഥ മാത്രം മതി പത്മനാഭന് വയലാർ അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ല, അതിന്റെ കഥയിൽ നമ്മൾ പറയുന്ന കാര്യം അതെന്ത് കഥ എന്ന് ചോദിച്ചേക്കും. ഒരു സാധാരണ മുരിങ്ങമര, ഒരു കുട്ടീന്റെ തൊപ്പി, നഷ്ടപ്പെട്ടു പോയ പൂവ്, അല്ലെങ്കിൽ മാടത്തെ കുറിച്ചിട്ട് ഒക്കെ പത്മനാഭൻ എഴുതുകയാണ്. സാധാരണ പറയുന്ന ഒരു നിയമമുണ്ട് സാഹിത്യത്തിൽ, നിങ്ങൾ ചെറിയ കാര്യങ്ങൾ എഴുതുമ്പോൾ ചെറിയവരായി പോകുമെന്നുള്ളതാണ്. പക്ഷെ പത്മനാഭനെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ കാര്യങ്ങൾ എഴുതുമ്പോൾ വലിയവരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ മലയാളത്തിൽ അങ്ങനെ സാധിച്ച ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അത് മഹാകവി കുമാരനാശാനായിരുന്നു. ചെറിയ കാര്യത്തെ കുറിച്ച് എഴുതുകയും വലിയ കവിയായിട്ട് മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ. വീണമുഖനെ കുറിച്ച് എഴുതിയിട്ട് വീഴാത്ത ഒരു എഴുത്തുകാരനായിട്ട് മാറുക, അല്ലെങ്കിൽ ഒരിക്കലും കാര്യങ്ങളാകാത്ത ഒരു മഹാകവിയായിട്ട് മാറുക. ഇങ്ങനെ സാധിച്ചത് മഹാകവി കുമാരനാശാന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അതിനുശേഷം സർഗാത്മക സാഹിത്യത്തിൽ സാധിച്ചത് ടി പത്മനാഭനാണ്. ചെറിയ ചെറിയ വിഷയങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു പശുവിനെ കുറിച്ച്, നഷ്ടപ്പെടുന്ന മകനെ കുറിച്ച്, വീട് നഷ്ടപ്പെടുന്ന ഒരു കുട്ടിയെ കുറിച്ച്, ഇതൊക്കെ പത്മനാഭൻ മാത്രമേ മലയാള സാഹിത്യത്തിൽ പറയാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോഴാണ് നമ്മൾ പല വലിയ കാര്യങ്ങളിലേക്ക് കടന്നു പോവുകയും അത്യന്തര രീതിയിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്നു. തന്റെ കഥകൾ അത് സമൂഹത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നതെന്നൊന്നും പത്മനാഭൻ ആലോചിക്കുന്നില്ല. അദ്ദേഹം പലപ്പോഴും ഇന്റർവ്യൂ രംഗങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട്, നാളെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല. പക്ഷെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ വായനക്കാർക്കറിയാം, ഈ കഥകൾ ലോകം മുഴുവനും മണ്ണടിഞ്ഞ് കഴിയുമ്പോഴും ഈ കഥകൾ മനുഷ്യ മനസ്സിനെ അലോസരപ്പെടുത്തിക്കൊണ്ട് നിലനിൽക്കും, മനുഷ്യ മനസ്സിനെ നവീകരിച്ചുകൊണ്ട് നിലനിൽക്കും, മനുഷ്യ മനസ്സിനെ മുഴുവൻ വ്യാകുലതകളും ആകുലതകളും നിറച്ചുകൊണ്ട് ഇതിനെ വിപുലീകരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഇത്രയും മഹാനായ എഴുത്തുകാരൻ്റെ ഒരു സൗഹൃദമുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ നേരത്തെ ആലങ്കോട് പറഞ്ഞ രീതിയിൽ തന്നെ പറയുകയാണ്. ഞങ്ങൾ പലപ്പോഴും ഒരു 10-15 കിലോമീറ്ററിൻ്റെ അകൽച്ച ഞങ്ങൾക്കുണ്ട് എന്ന് കരുതിയിട്ട് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ എത്തുന്ന പലരെയും മർദ്ദിച്ച് അവശനാക്കി എന്നൊക്കെ പത്രങ്ങൾ എഴുതിയ ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊന്നും ഇങ്ങനെയുള്ള അനുഭവങ്ങളല്ല ഉള്ളത്. മറിച്ച് ഞങ്ങൾക്ക് അദ്ദേഹത്തിന് സ്നേഹം പകരാൻ വേണ്ടിയിട്ട് സമയവും സന്ദർഭവും ഇല്ലാത്ത രീതിയിൽ അത്രയും കൂടുതൽ ഞങ്ങളെയൊക്കെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ആളാണ്. ഒരുപക്ഷെ മലയാള സാഹിത്യ രംഗത്ത് ചെറുപ്പക്കാരായ എഴുത്തുകാരെ
നിങ്ങൾ അപ്പോൾ ഒരു തെറ്റിദ്ധാരണ എൻ്റെ മക്കൾക്കുണ്ടാകട്ടെ, ബിടെക് കോളേജിലെ കുട്ടികൾക്കുണ്ടാകട്ടെ. ഞങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, ഇപ്പോഴും യുവസാഹിത്യകാരനാണ് എന്നുള്ളൊരു ധാരണ വേണ്ട. കാരണം നിങ്ങളെക്കാട്ടി പ്രായമുള്ള ആൾക്കാരുണ്ട്. ഇപ്പോഴും ഈ നാടകങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ പറയുന്നത് മൂന്ന കുട്ടി 10 പഠിക്കുന്ന, രണ്ടാമത്തെ കുട്ടി ബിടെക് കഴിഞ്ഞിട്ട് ജോലി കിട്ടിയിട്ടുള്ളതാണ് പറയുന്നത്. ഇത് പ്രായം പറയാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ പറയുമ്പോൾ പോലും ഞങ്ങൾ പറയുന്നൊരു കാര്യം, ഈ കഥകളാണ്, ഒരുപക്ഷെ പത്മനാഭന്റെ ഈ കഥകളാണ്, ഈ അദ്ദേഹത്തിന്റെ സുമനസ്സാണ് ഒരുപാട് എഴുത്തുകാരെ മലയാള സാഹിത്യത്തിലേക്ക് പിടിച്ചുകൊണ്ടുവന്നത്. അവർക്ക് ആത്മധൈര്യം കൊടുത്തത്, ആത്മചൈതന്യം കൊടുത്തത്. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നെ പോലുള്ള ഒരാൾ എഴുത്തിലേക്ക് വരില്ലായിരുന്നു. നിശ്ചയമായിട്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ഞങ്ങളൊക്കെ വെറുതെ ഇതിന്റെ ഇടയിൽ പലരും നെല്ലുകുത്തുന്നതിനിടയിൽ ഉമികുത്തി വന്നവരാണ്, എഴുതി നോക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ ഈ ഗുരുഭൂതന്മാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അദ്ദേഹം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത്, ഈ ഗുരുഭൂതന്മാരൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ എഴുത്തിന്റെ മേഖലയിലേക്ക് നമുക്കൊന്ന് പോകാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു. ഇതിനാണ് നമുക്ക് ആത്മചൈതന്യം പകർന്നത്. ഒരുപക്ഷെ അഴീക്കോടിനെ പോലുള്ള ഒരു വലിയൊരു ശക്തി കണ്ണൂരില്ലായിരുന്നെങ്കിൽ നമുക്കൊന്ന് നട്ടലുയർത്തി എഴുത്തുകാരനുള്ള രീതിയിൽ നിൽക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു. മലയാള സമൂഹത്തിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ മലയാള സാംസ്കാരിക മണ്ഡലത്തിൽ ചെയ്യുന്ന യുദ്ധം, പത്മനാഭനെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞുകൂടാ. കാരണം നിൽക്കുമ്പോൾ തന്നെ ആൾക്ക് തോന്നി, അടുത്ത് നിൽക്കുമ്പോൾ. ഏതായാലും ഇവരൊക്കെ കൂടി ആണ് നമ്മുടെയൊക്കെ നട്ടലുയർത്തി നിൽക്കാൻ വേണ്ടി സാധിപ്പിച്ചത്, നമ്മുടെയൊക്കെ എഴുത്തുകാരൻ എന്നുള്ള പേരിന് അർത്ഥരാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ധന്യരായ ഗുരുനാഥന്മാരോടുള്ള ആത്മസമർപ്പണം നടത്തേണ്ട ഒരു നിമിഷം കൂടിയാണ്. അവരുടെ നേരത്തെ ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. അവരുടെയൊക്കെ കാൽപാദങ്ങളിൽ നമ്മുടെ ആദരവിൻ്റെ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നൽകുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. KT മുഹമ്മദ് പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രത്തിൻ്റെ ഭാവസൗന്ദര്യമായ സംവിധാന പ്രതിഭ അടൂർ ഗോപാലകൃഷ്ണനെ പരിചയപ്പെടുത്താൻ പ്രസിദ്ധ കവി ചലച്ചിത്ര ഗാനരചയിതാവുമായ PK ഗോപിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാഗതം. ബഹുമാന്യ സുഹൃത്തുക്കളെ, ഏത് ബോധിയാകാം ചുവട്ടിൽ തനിക്ക് വെളിയുള്ളവർ ഇരിക്കണം എന്ന് മാത്രം. ഏത് വൃക്ഷത്തിനും ബോധിയാകാം. നെഹ്റു കോളേജിന് ഒരു ബോധിവൃക്ഷമാണ്. അതിൻ്റെ ചുവട്ടിൽ തനിക്ക് വെളിയുള്ളവർക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം ബോധി വൃക്ഷമായിരിക്കുന്നു. ഗുരുമരങ്ങളുടെ തണലിലാണ് നമ്മളിപ്പോൾ. ഈ തണലിൽ വന്ന് അല്പനേരം നിന്ന് സംസാരിക്കാൻ അവസരം നൽകിയത് പൊതുവാൾ ഭാഷയോട് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല. മലയാള ഭാഷയുടെ ആത്മഗാന്ധി ചോർന്നു പോകാതിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. കൺമുമ്പിലിരിക്കുന്ന ഈ നിലവിളക്കിൻ്റെ നാളം പോലെ എപ്പോഴും വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന പൊതുവാൾ മാഷിൻ്റെ സ്ഥാപനത്തിൽ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ തോന്നിയ ഒരു ചെറിയ കാര്യം, അന്നമൂർത്തിയെപ്പറ്റി സന്യാസി പറഞ്ഞില്ല, ബ്രഹ്മമൂർത്തിയെപ്പറ്റി അമ്മയും പറഞ്ഞില്ല. രണ്ടാളും അത്താഴത്തിൻ മേശയിൽ കൈവയ്ക്കുമ്പോൾ രണ്ടു മൂർത്തിയും ഒറ്റ പാത്രത്തിലലിയുന്നു. ഇതാണ് അപ്പോഴൊക്കെ തോന്നിയിട്ടുള്ളത്. ഈ അമ്മയ്ക്ക് അന്നം വയ്ക്കുന്ന ജോലിയല്ലാതെ, അത് ആത്മാർത്ഥതയുടെ ദൈവിക സ്പർശത്തോടെ വിളമ്പി കൊടുക്കുകയല്ലാതെ മറ്റൊന്നും അറിയില്ല. അവിടെ മലയാള ഭാഷയുടെ ചേതോഹരമായ ആത്മഭാവങ്ങൾ ആവിഷ്കരിക്കുകയല്ലാതെ മറ്റൊന്നും അറിയില്ല. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ വല്ലാത്തൊരു മാനുഷിക ഭാവം അവിടെ ജനിക്കുന്നത്. ആ സ്നേഹസ്പർശം കൊണ്ടാണ് ഇവിടെ വരെ എത്താൻ ഇടയായി തലവിരിക്കുന്നത്. ഇതൊരു ത്രിവേണി സംഗമ സ്ഥലമാണ്. പ്രകാശം തെളിയുന്ന ഗൗരി പത്മത്തെ കൊണ്ടു നടക്കുന്ന ഒരാൾ, വാക്കുകളുടെ വജ്രസൂചിയായ മറ്റൊരാൾ, അന്തർസംഗീതങ്ങളുടെ ചലച്ചിത്രം ദൃശ്യഭാഷയിൽ നിൽക്കുന്ന മറ്റൊരാൾ,
ഇത് മൂന്നും കൂടി ഇന്നിവിടെ സംഗമിച്ചിരിക്കുന്നു. അവിടെയാണ് ഓർമ്മയുടെ കലവറയിൽ കവിതയല്ലാതെ മറ്റൊന്നും എടുത്തു വയ്ക്കാൻ ആയുസ് അനുവദിച്ചു തരാത്ത ഈ എളിയവൻ സംസാരിക്കാൻ നിൽക്കുന്നത്. ബാഹ്യ ശരീരത്തിൻ്റെ ഇളകിയാട്ടമല്ല അടൂരിൻ്റെ സിനിമ, അത് അന്തർഗതങ്ങളുടെ ചിറകൊതുക്കമാണ്. പ്രണയത്തിൻ്റെ, വിരഹത്തിൻ്റെ വിധി നിയോഗങ്ങൾ, ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളോട് പൊരുതാൻ കഴിയാതെ വലിയ ചോദ്യചിഹ്നമായി മുമ്പിൽ അവശേഷിക്കുമ്പോൾ സ്വയംവരം എന്ന സിനിമ നിങ്ങളെ മഥിച്ചു തുടങ്ങുന്നു. മലയാള ചലച്ചിത്ര ഭാവുകത്വ ധാരയിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കിയ സിനിമയാണ് അത്. കേരളത്തിൻ്റെ ഇത്തിരി ഭൂപടത്തിൽ നിന്ന് സിനിമയുടെ ചക്രവാളത്തെ വിശ്വത്തോളം വലുതാക്കാം എന്ന് ഏകാഗ്രമായ തപസ്സോടെ ചലച്ചിത്രത്തെ സമീപിക്കുന്ന അദ്ദേഹം തെളിയിച്ചു. അതിനുശേഷം ആ ധാരയിൽ നിരവധി ദൃശ്യാവിഷ്കാരങ്ങൾ അതുപോലെ ഉണ്ടായി. പക്ഷേ സ്വയംവരത്തിൻ്റെ ഏകാഗ്രതയെ, നിർവചനത്തെ, അതിൻ്റെ സൗന്ദര്യാത്മകതയെ അതിനേക്കാൾ മെച്ചമായി ആവിഷ്കരിക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. സ്വയം തിരിച്ചറിയാത്ത ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ കൊടിയേറ്റങ്ങളുടെ മുമ്പിൽ പതറി നിന്ന് സ്വന്തം ഉള്ളിലെന്തുണ്ട് എന്ന് തിരിച്ചറിയാതെ സാമൂഹിക ജീവിതത്തെ ഒരിക്കലും സ്വന്തം മനസ്സുകൊണ്ട് നിർവചിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ എങ്ങനെ ഒറ്റപ്പെട്ട വ്യക്തമായ കൗതുകങ്ങളിൽ അമർന്നു പോകുന്നു എന്ന് കൊടിയേറ്റത്തിൽ അദ്ദേഹം തെളിയിച്ചു. രാഷ്ട്രീയമായ വിഷയമായിരുന്നു മുഖാമുഖത്തിൽ. ഒരുപാട് എതിർപ്പുകൾ അതിനുണ്ടായിരുന്നു. രാഷ്ട്രീയ വിഷയത്തിൽ കൈവയ്ക്കുന്നത് പൊള്ളലുണ്ടാക്കും ചിലപ്പോൾ. എന്തെന്നാൽ അതിൻ്റെ കർക്കശമായ ദൃശ്യമുഖത്ത് നിന്ന് പലരും ഒളിച്ചോടാൻ ആഗ്രഹിക്കും. പ്രതിസന്ധികളിൽ അത് സന്ധി ചെയ്യാൻ ആഗ്രഹിക്കും. ചിലപ്പോൾ വേണ്ടാത്ത കൂട്ടുകെട്ടുകളിലേക്ക് അത് ചെന്നു ചേരും. പക്ഷേ ഒരിക്കലും താൻ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ സന്ധിയേ ഇല്ല എന്ന് പ്രഖ്യാപിച്ച ചരിത്രകാരനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ദീർഘകാലത്തെ ചലച്ചിത്ര സഭയ്ക്കിടയിൽ വിരലിൽ നിന്നാവുന്ന ചിത്രങ്ങളെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയമായ ഉൾനടപ്പുകളെ അല്ലെങ്കിൽ ദുർനടപ്പുകളെ എങ്ങനെ പുതിയ കാലത്തിൻ്റെ ക്യാൻവാസിൽ വരച്ചു ചേർക്കാം സത്യസന്ധമായി എന്ന് അദ്ദേഹം തെളിയിച്ചു. അതൊരു ചരിത്രമെഴുത്ത് കൂടിയായിരുന്നു. ആ ചരിത്രമെഴുത്ത് ഇനിയും മാഞ്ഞു പോയിട്ടില്ല, തെളിഞ്ഞ് വരുന്നവർ. ഒരു മതിലിനപ്പുറവും ഇപ്പുറവും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടാലും ഹൃദയത്തിൻ്റെ സ്വാതന്ത്ര്യം പ്രണയമായി, വികസ്വരമായി, പനിനീർപ്പൂവായി ബിംബവൽക്കരിക്കപ്പെടുമ്പോൾ ആർക്കു വേണം നിങ്ങളുടെ സ്വാതന്ത്ര്യമെന്ന് അറിയാതെ പറഞ്ഞു പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. സ്വാതന്ത്ര്യമെന്ന് ആവർത്തിച്ച് മനസ്സിൽ നിയന്ത്രണം ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ തന്നെ ആരോ ഇഷ്ടപ്പെടുന്നുണ്ട് അദൃശ്യതയിൽ നിന്ന് എന്ന് ബോധ്യപ്പെടുമ്പോൾ പൂ വിരിയുന്നതിന് മുമ്പ് പനിനീർപ്പൂവിൻ്റെ ഇല, അതിൻ്റെ മുള്ള്, അതെല്ലാം അനാകർഷകമാണ്. പക്ഷേ പൂ വിരിയുന്നതോടുകൂടി മുള്ള അവഗണിക്കപ്പെടുന്നു, അതിൻ്റെ കരിമ്പച്ച ഇലകൾ അവഗണിക്കപ്പെടുന്നു, ചെടി തന്നെ അപ്രസക്തമാകുന്നു. പരിമള സുന്ദരമായ ആ മൃദുല ജലങ്ങളെ നാം അറിയാതെ സ്നേഹിച്ചു പോകും. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രണയം പറയുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. മതിലിനപ്പുറത്തും ഇപ്പുറത്തും പ്രണയികളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തെക്കാൾ വലിയത് പ്രണയമാണ്, അല്ലെങ്കിൽ പ്രണയരഹിതമായ സ്വാതന്ത്ര്യത്തിന് വിലയുണ്ട് എന്ന് കാലത്തിനോട് വളരെ പതുക്കം അദ്ദേഹത്തിൻ്റെ ഒരു ഇളകിയാട്ടത്തിൻ്റെ ഭാഷയല്ല, മന്ത്രിക്കുന്ന ചലച്ചിത്ര ഭാഷയാണ് അത്. അതായിരുന്നു മതിലിൽ. അന്തർമുഖനായ മനുഷ്യൻ എലിപ്പത്തായത്തിൽ അടയ്ക്കപ്പെട്ട് തന്നെ വിചാരങ്ങളുടെ എലിപ്പത്തായത്തിൽ അടയ്ക്കപ്പെട്ട് തൊട്ടടുത്ത് നടക്കുന്ന സംഭവത്തോടുകൂടി ആലസ്യത്തിൽ അമർന്നിരിക്കുന്ന മനസ്സ് പ്രതികരിക്കാൻ തയ്യാറാകാതിരിക്കുമ്പോൾ സ്വയം ഉൾവലിഞ്ഞ് മരണത്തിന് വിധിക്കപ്പെട്ട് എലിപ്പത്തായത്തിൽ അമർന്നുപോയ ഒരു എലിയെ പോലെ
ജലത്തിൽ മുങ്ങിച്ചാവാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം. ഒരുപാട് വ്യക്തിത്വങ്ങൾ അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഉണ്ട്. തന്നെ തന്നെ തിരിച്ചറിയാൻ കഴിയാതെ ആലസ്യത്തിൽ അമർന്നു പോകുന്ന വ്യക്തിത്വങ്ങളുടെ അന്തർമുഖത്വത്തിന്റെ പരിശോധനയായിരുന്നു അത്. അതൊരു കാലത്തിന്റെ ജീവിത പരിശോധന കൂടിയായിരുന്നു. കൊലപാതകം, ഹിംസ എന്ന് പറയുന്ന മനുഷ്യ ജീവിത വിചാരത്തെ പിടിച്ചു കുലുക്കുന്ന, ഇനിയും ഇനിയും നിർവചിച്ചു തീരാത്ത ഒരു വിഷയം തിരഞ്ഞെടുത്തുകൊണ്ട് ഇന്നുവരെ നിങ്ങൾ ഹാസ്യത്തിന്റെ മുഖങ്ങളിലല്ലാതെ അഭ്രപാണിയിൽ കണ്ടിട്ടില്ലാത്ത ചിലരെ സ്വഭാവ നടന്മാരുടെ ഏറ്റവും ശുദ്ധമായ ഭാവതലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്ന മറ്റൊരു ചലച്ചിത്രം അദ്ദേഹം ചെയ്തു. അവർക്ക് ഇങ്ങനെ ഒരു അഭിനയ മുഖമുണ്ടോ എന്ന് മറ്റാരും അതുവരെ തെളിയിച്ചിരുന്നില്ല. ഉണ്ട്. നഖത്തിന് അഭിനയിക്കാൻ അറിയാം, കണ്ണിനറിയാം അഭിനയിക്കാൻ, ഈ മൂക്കിനറിയാം, ചുണ്ടുകൾക്കറിയാം, വിരലുകൾക്കറിയാം, നടപ്പിനറിയാം, എടുപ്പിനറിയാം, കൊടുപ്പിനറിയാം. എവിടെയും അഭിനയത്തിന്റെ സൂക്ഷ്മതലങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. അതായിരുന്നു അദ്ദേഹം നിഴൽക്കുത്തിൽ തെളിയിച്ചത്. ഇറുകി ഇറുകി കഴുത്തിൽ മുറുകിപ്പോകുന്ന കയറിനെ ഇഴപിരിച്ച് ജീവിതത്തിന്റെ നേർത്ത നൂലിഴകളെ പരിശോധിക്കാൻ അത് നമ്മോട് ആവശ്യപ്പെട്ടു. നാം അത് പക്ഷേ പഠിച്ചിട്ടുണ്ടോ എന്നും എനിക്ക് അത്ര നിശ്ചയമില്ല. ഇനിയും ഈ ചലച്ചിത്ര കാവ്യങ്ങൾ പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ. കേരളത്തിന്റെ ചലച്ചിത്രകാരനല്ല ഇത്. ഇത് ഇന്ത്യയുടെ ചലച്ചിത്രകാരനല്ല, ഇത് ലോകത്തിന്റെ ചലച്ചിത്രകാരനാണ്. ദേശീയ അവാർഡ് സിനിമയ്ക്ക് ലഭിച്ചപ്പോൾ അടൂർ എന്ന് പറയുന്ന കൊച്ചു പ്രദേശത്ത്, ചെറിയ പ്രദേശം എന്ന് ഞാൻ താരതമ്യം ചെയ്ത് പറഞ്ഞതാണ്, ഒരുപാട് കലാകാരന്മാർക്ക് ജന്മം നൽകിയ ശാസ്ത്രീയ ഭൂമിയാണ്, സർഗാത്മകതയുടെ ഭൂമിയാണ് അത്. അവിടെ ഒരു സ്വീകരണം കൊടുക്കുകയുണ്ടായി അദ്ദേഹത്തിന്. ഏതോ ഒരു മൂലയിൽ ആ സ്വീകരണം കാണാൻ ഞാനും പോയി നിലയുറപ്പിച്ചിരുന്നു. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗിച്ചത് അടൂർ ഗോപാലകൃഷ്ണനെ കുറിച്ച് കൊണ്ട് എന്താണ് അടൂരിന് പ്രയോജനം എന്നാണ്. അദ്ദേഹത്തിന് അതേ പറയാൻ കഴിയുമായിരുന്നു. അങ്ങനെ പറഞ്ഞില്ലെങ്കിലാണ് നാം അത്ഭുതപ്പെടുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ചെറിയ പദവി ഉപയോഗിച്ച് അദ്ദേഹത്തിന് അത് മാത്രമേ പറയാൻ കഴിയുമായിരുന്നുള്ളൂ. അവിടെ നിന്നും ഇവിടെ നിന്നും നേർത്ത ശബ്ദങ്ങളിൽ പ്രതിഷേധം ഉയരാതിരുന്നില്ല. എന്നെപ്പോലുള്ളവരുടെ എളിയ പ്രതിഷേധങ്ങൾ ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റ് പോലെ സ്വന്തം മനസ്സിൽ ഒടുങ്ങാനുള്ളതായിരുന്നു. ഞങ്ങൾക്ക് നാവ് കുറച്ചത് പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്. അടൂർ സൗമ്യ നിർമ്മലമായ ഭാഷയിൽ നിന്ന് മറുപടി പറഞ്ഞത് ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. ചില മുഴക്കങ്ങൾ നിലയ്ക്കാത്തതാണ്, അനശ്വരമാണ്. ചിലത് നവീനം എന്ന് നമുക്ക് തോന്നും, ആധുനികം എന്ന് നമുക്ക് ചിലതിനെ പറയാം, ചിലതിനെ നാം പുരാതനം എന്ന് പറയും. പക്ഷെ മൂന്നാമതൊരു വാക്ക് വരുന്നുണ്ട്. ആ വാക്ക് സനാതനം എന്നാണ്. നവീനവും പുരാതനവും സനാതനവുമായ ചില വാക്കുകളുണ്ട്, ചില ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യത്തിന്റെ ഉള്ളടക്കമാണ് ഈ മനസ്സ്. അതുകൊണ്ട് അദ്ദേഹം സൗമ്യ നിർമ്മലമായ ഒരു പ്രതിഷേധ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു. ശരിയാണ്, ഞാൻ അടൂരിൽ പൈപ്പ് സ്ഥാപിച്ച് ജലം കൊണ്ടുവന്നിട്ടില്ലായിരിക്കും. ഞാൻ അടൂരിൽ വലിയ സൗധങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായി, ഞാൻ അടൂരിൽ പുതിയ പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. എന്തെന്നാൽ ഞാൻ ഒരു കലാകാരനാണ്. ഞാൻ ഫ്രാൻസിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ ഒരാൾ എന്നെ കൈപൊക്കി അഭിവാദ്യം ചെയ്ത് വിളിച്ചു, എടൂർ, ഏയ് എടൂർ എന്നായിരുന്നു. അവിടെ അടൂർ എന്നതിന് ഉച്ചാരണം എടൂർ എന്നാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മപ്പെട്ടു നിൽക്കുന്ന നാദമാണ് ഞാൻ ആവർത്തിച്ചത്. ഇതാണ് ഞാൻ അടൂരിന് വേണ്ടി ചെയ്തത്. അടൂർ എന്ന കൊച്ചു പ്രദേശത്തിന്റെ സാംസ്കാരിക നാമത്തെ ഞാൻ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ലോക ഭൂപടത്തിൽ അടയാളപ്പെട്ട എൻ്റെ എളിയ നിർവചനങ്ങൾക്ക് അപ്പുറം വലിയ ഭാവതലത്തിൽ നിലകൊള്ളുന്ന അടൂർ എല്ലാ അടിമത്തുപ്പൽ കോളാമ്പികളെയും തട്ടിമറിച്ചിരിക്കുന്നു. അധികാരത്തിന്റെ പട്ടേലരെ അദ്ദേഹം ചെറുതായി ചലച്ചിത്രത്തിൽ ആവിഷ്കരിച്ചു.
എങ്ങനെ മറ്റൊരാൾ അടിമയായി പോകുന്നു, ആ അടിമത്വം എങ്ങനെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു, അധികാരത്തിന്റെ ഗർഭിഷ്ഠമായ ഭാവഭാവാദികൾ കൊണ്ട് തന്റെ തുപ്പൽ പോലും, എല്ലാവരും വെറുക്കുന്ന തുപ്പൽ പോലും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട വെറുമൊരു കോളാമ്പിയാണ് മറ്റൊരാൾ എന്ന് കരുതുന്ന സംസ്കാര ശൂന്യതയെ, കാലനിഷേധത്തെ, അന്തസാര ശൂന്യതയെ, ആ തുപ്പൽ കോളാമ്പിയെ അദ്ദേഹം നിങ്ങൾ കാണെ, കാലം കാണെ തട്ടിമറിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. അതിനാൽ വെറും ചലച്ചിത്രമല്ല അടൂർ ഗോപാലകൃഷ്ണൻ്റേത്, കാവ്യചിത്രങ്ങളാണ്, കവിത അന്തർഗതങ്ങളുടെ സംഗീതമാണ്. അത് അവിടെ മാംസത്തിന് സ്ഥാനമില്ല, വ്യാജപ്രകാശം അവിടെയില്ല, നിഴലിന്റെയും വെളിച്ചത്തിന്റെയും ശുദ്ധമായ മാനസിക പ്രയോഗവും പ്രകാശവും അല്ലാതെ മറ്റൊന്നും ഇല്ല. ഇപ്പോൾ നാം ഒരു കാറ്റിനോടും കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ എന്ന് പറയാറില്ല. 1000 പാദസരങ്ങൾ കിളങ്ങി ഒരു പുഴയിൽ ഇപ്പോൾ ഒഴുകുന്നില്ല. അതിനാൽ നമുക്ക് രക്തം മണക്കാത്ത ഒരു ചലച്ചിത്രം കാണാനാവുന്നില്ല. അടൂർ ഗോപാലകൃഷ്ണന്റെ ചലച്ചിത്രത്തിൽ ഒരിക്കലും രക്തം മണക്കുകയില്ല, അശ്ലീലം ചുമയ്ക്കുകയില്ല. അദ്ദേഹം സ്ത്രീ എന്ന് പറഞ്ഞ പ്രകൃതി പ്രതീകത്തെ, ഭൂമി പ്രതീകത്തെ, പ്രപഞ്ച പ്രതീകത്തെ ഇത്രയും മാന്യമായി, ശുദ്ധമായി ആവിഷ്കരിച്ചിട്ടുള്ള ചലച്ചിത്രകാരന്മാർ നമുക്ക് അധികമില്ല. 4 പെണ്ണുങ്ങൾ എന്ന ഏറ്റവും പ്രശസ്തമായ തകഴി കഥകളെ അദ്ദേഹം ചലച്ചിത്രമാക്കിയപ്പോൾ എങ്ങനെയാണ് സ്ത്രീകളുടെ ഉള്ളിലെ ജീവിത വ്യവസ്ഥിതിയെ, വിചാരത്തെ, ആ ധാരകളെ അദ്ദേഹം സമന്വയിപ്പിച്ചത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കും. സ്ത്രീയെ ഇത്രമാത്രം ബഹുമാനിച്ചിട്ടുള്ള, മനസ്സ് സംസ്കാരത്തിന്റെ ആകത്തുകയായി, സാരാംശമായി സ്വീകരിച്ചിട്ടുള്ള ചരിത്രകാരന്മാർ നമുക്ക് വളരെ കുറവാണ്. എൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. 10 മിനിറ്റാണ് എനിക്ക് തന്നത്. ഒരുപക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥ ഭാവത്തോടെ, സ്വരത്തോടെ ചെയ്യാൻ കഴിയുന്നത് കവിത അവതരിപ്പിക്കുകയാണ്. അതിനെനിക്ക് പ്രത്യേകം സമയം പിന്നീട് ഉണ്ട് എന്നുള്ളതുകൊണ്ട് കവിതയുടെ കവിതയായ, കവിതയിൽ നിന്ന് ചലച്ചിത്രം ഉണ്ടാക്കുന്ന, ചലച്ചിത്രത്തിൽ നിന്ന് കവിത ഉണ്ടാക്കുന്ന, നിങ്ങളുടെയും എൻ്റെയും ഉള്ളിൻ്റെ നേർത്തതും സൂക്ഷ്മവുമായ നിർവചന സംഗീതത്തെ ചലച്ചിത്ര കാവ്യമാക്കി അവതരിപ്പിക്കുന്നു. ഞാൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ ജന്മസ്ഥലത്ത് നിന്ന് വെറും 15 കിലോമീറ്റർ ദൂരത്തിൽ താമസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അതറിയാമോ എന്ന് ഒരിക്കലും സ്വകാര്യ സംഭാഷണത്തിൽ പോലും ഒരിക്കലേ സംസാരിച്ചിട്ടുള്ളൂ. അന്നൊന്നും വ്യക്തിവിശേഷങ്ങൾ പറയാൻ കഴിയുമായിരുന്നില്ല. അല്ലെങ്കിൽ നാം എന്തിന് അടുത്ത് ഇടപഴകി സംസാരിക്കണം? അകലങ്ങളിൽ നിന്ന് ആന്തരികതയെ അറിയുന്നതാണ് ഏറ്റവും വലിയ കലാത്മകമായ അറിവ്. വ്യാസനെ കണ്ടിട്ടില്ല നാം വാൽമീകിയെ കണ്ടിട്ടില്ല, സോക്രട്ടീസിനെ ആരും, ഹോമറിനെ നിങ്ങൾ കണ്ടിട്ടില്ല, പൂന്താനന്ദനെ, ചെറുശ്ശേരിയെ ഇല്ല, എഴുത്തച്ഛനെ തീരെയില്ല. എന്നിട്ടും നാം അവരെ നമ്മുടെ ജീവിത ചരിത്രത്തോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് നിർത്തുന്നു. എന്റെ ചലച്ചിത്ര ബോധസ്പന്ദനത്തോടൊപ്പം മഹാനായ ഈ കലാകാരന്റെ ചലച്ചിത്രങ്ങളുണ്ട്. ആ ദൃശ്യമുണ്ട്, ആ ദൃശ്യങ്ങളുടെ നിർവചനമുണ്ട്, അതിൻ്റെ സൂക്ഷ്മമായ പരീക്ഷണങ്ങളുണ്ട്, അതിൻ്റെ ധീരതയുണ്ട്. അത് നിലനിൽക്കുക തന്നെ ചെയ്യും കാലങ്ങളിലൂടെ. ബംഗാൾ സത്യേത്രയെ എങ്ങനെ ആരാധിക്കുന്നുവോ, എങ്ങനെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുവോ, അതുപോലെ മലയാളി നീ വിനയാന്വിതനായി വന്ന് ഈ ചലച്ചിത്ര മഹാകാവ്യത്തിൽ മനസ്സർപ്പിക്കണം, ഇനിയും ഇനിയും. അപ്പോൾ നിങ്ങൾക്ക് നവോത്ഥാനത്തിന്റെ അർത്ഥം മനസ്സിലാകും. നവോത്ഥാനം ചരിത്രത്തിൽ പണ്ടെന്നോ ഉപേക്ഷിക്കപ്പെട്ട ഒരു പദമാണെന്നാണ് വിചാരം. അതൊക്കെ കഴിഞ്ഞുപോയ കാലത്ത് നടന്നുവെന്നാണ്. അല്ല, അത് നവമായ ഉത്ഥാനമാണ്. അത് ഇന്നലെയുണ്ട്, ഇന്നുണ്ട്, നാളെയും ഉണ്ടാകും. സൂര്യോദയം പോലെയാണത്. എന്നുദിച്ചാലും അത് നവമാണ്. അതുകൊണ്ട് നവവിചാരങ്ങളുടെ ചലച്ചിത്ര ഭാഷ ഇനിയും ഇനിയും നിങ്ങൾക്ക് ഈ ചലച്ചിത്രത്തിൽ നിന്ന് വീണ്ടെടുക്കാനുണ്ട്, കണ്ടെടുക്കാനുണ്ട്, സ്വാംശീകരിക്കാനുണ്ട്. അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് മലയാള ഭാഷാ പാഠശാലയുടെ ബഹുമതി ലഭിച്ച എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ച് എൻ്റെ ആദരവ് അറിയിക്കുന്നു. ഇന്ന് ഈ വിശിഷ്ട സദസ്സിനോട് വിട.
തിരുവണ്ണാമലയുടെ ഓരത്ത് ഐവർ മഠത്തിന്റെ ചാരത്ത് ഒരു മഹാപ്രതിഭാശാലിയായ പി.കെ. ദാസ് അവർകൾ പടുത്തുയർത്തിയ മഹത്തായ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഇന്നത്തെ അമരക്കാരൻ അഡ്വക്കേറ്റ് പി. കൃഷ്ണദാസിന്റെ സഹോദരനും കോയമ്പത്തൂർ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സിഇഒയും സെക്രട്ടറിയുമായ ഡോക്ടർ പി. കൃഷ്ണകുമാറിന്റെ സ്നേഹമൊഴികൾ നമുക്ക് കേൾക്കാം. സ്വാഗതം സർ. നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഏറ്റവും അവിസ്മരണീയമാണ്. ഈ വേദി ഇരിക്കുന്ന നമ്മളുടെ ഗുരുതുല്യന്മാരായ ഡോക്ടർ സുകുമാർ അഴീക്കോട്, അടൂർ ഗോപാലകൃഷ്ണൻ സാർ, പാസ്റ്റർ പൊതുവാൾ രൂപകൽപ്പന ചെയ്ത ഈ അവാർഡ് ദാന ചടങ്ങ് ഒരു പുതിയ അനുഭവമാണ്. ഈ കോളേജ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർ, ഭരണസമിതി അംഗങ്ങൾ, നാട്ടുകാർ എല്ലാവരും മലയാള പാഠശാലയുടെ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചതിലും അതിന് നെഹ്റു കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നിവിടെ ആദരിക്കുന്ന 3 മഹത് വ്യക്തികളുടെ ഈ സാന്നിധ്യം ഈ കലാലയത്തിൽ വരും നാടുകളിൽ എല്ലാ ഉയർച്ചയും എല്ലാ പഠന സാഹചര്യങ്ങളും വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഈ കലാലയം വളരെയുള്ള പ്രതീക്ഷയോടെ ഈ വേദി തീർത്ത ഈ സംഘടനയുടെ എല്ലാ ഭാരവാഹികൾക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ഈ പുരസ്കാരങ്ങൾക്ക് അർഹനായ 3 മഹത് വ്യക്തികൾക്കും ഞങ്ങളുടെ നന്ദി. ഇന്നിവിടെ ഒന്നുചേർന്ന എല്ലാ വിദ്യാർത്ഥി, അധ്യാപക, മാധ്യമ സുഹൃത്തുക്കളോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പുതുവർഷത്തെ ആശംസകൾ നൽകിക്കൊണ്ട് ഇവിടെ പറയുന്നു. നന്ദി. നന്ദി കൃഷ്ണകുമാർ സാർ. 2 വർഷമായി പാഠശാലയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ നൽകി വരുന്നത് UAE എക്സ്ചേഞ്ചിൻ്റെ മീഡിയ മാനേജറാണ് അബുദാബിയിൽ സ്ഥിരതാമസമാക്കിയ KK മൊയ്തീൻ കോയ. അദ്ദേഹം നടൻ, വാഗ്മി, മാധ്യമപ്രവർത്തകൻ, മലനാട്ടിലും നിലനിന്ന് നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹമൊഴികൾക്കായി മറ്റേവർ കാത്തുനിൽക്കും. ആദരണീയരായ ഗുരുജനങ്ങളെ, തിരുവണ്ണാമലയിലെ സഹൃദയരെ, നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെൻ്ററിലെ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, അബുദാബിയിൽ സ്ഥിരതാമസമാക്കി എന്നത് ഒരു പിശകായ പ്രയോഗമാണ്. അബുദാബിയിൽ ഒരിക്കലും സ്ഥിരമായി നിൽക്കാനിടയാവരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാസിയാണ് ഞാൻ. അറിഞ്ഞോ അറിയാതെയോ, ആഗ്രഹിച്ചോ അല്ലാതെയോ സ്വന്തം ആരൂഢങ്ങളിൽ നിന്ന് അകലേക്ക് എറിയപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ മഹാസദസ്സിന് മുമ്പാകെ നിൽക്കുന്നത്. അക്ഷരങ്ങളെ സ്നേഹിച്ച്, മലയാളത്തെ ആരാധിച്ച്, ഇതിലൊക്കെ അറിയാൻ ആഗ്രഹിച്ചിട്ടും ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ആയിരങ്ങളുടെ പ്രതിനിധി. അങ്ങ് അകലെയായിരിക്കുമ്പോഴും ഈ നാടിന് വേണ്ടി, ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ നാവിലെ മലയാളത്തിന് വേണ്ടി ത്രസിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി. പപ്പേട്ടൻ്റെ പ്രകാശം പരത്തിയ പെൺകുട്ടിയും മഖൻ സിംഗിൻ്റെ മരണവും യാത്രയും ഗൗരിയും ഒക്കെ വായിച്ച് ആവേശം കൊണ്ടിരുന്ന, അടൂരിൻ്റെ സ്വയംവരവും അനന്തരവും മുഖാമുഖവും എലിപ്പത്തായവും ഒക്കെ കണ്ട് ചലച്ചിത്രം ഭ്രമമായി മാറിയിരുന്ന, അഴീക്കോട് മാഷിൻ്റെ എത്രയോ ക്ലാസ്സുകളിൽ കണ്ണുകൾ തുറന്ന് കാതുകൾ കൂർപ്പിച്ച് ഇരുന്നിരുന്ന ഒരു കുട്ടി ഇന്നിപ്പോൾ 19 വർഷം ആ മരുഭൂമിയിൽ
അതിൻ്റെ ബാഹ്യമായ താടിമോടികൾക്കും ആന്തരികമായ സമ്മർദ്ദങ്ങൾക്കും നടുവിൽ ജീവിച്ചിട്ടാണ് ഇടയ്ക്ക് ഈ ഇടവേളയിൽ ഇവിടെ നിങ്ങൾക്ക് മുമ്പാകെ വന്നു നിൽക്കുന്നത്. ഇതിന് അവസരമുണ്ടാക്കിയ എൻ്റെ പ്രിയപ്പെട്ട ഭാസ്കരേട്ടനോട്, ശ്രീ ടി.പി. ഭാസ്കര പൊതുവാളിനോട്, ജാനോടത്തിയോട് ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉദയസംക്രാന്തി അടക്കമുള്ള നാടകങ്ങളിൽ അഭിനയിക്കാൻ സൗഭാഗ്യമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിന് കീഴിലും അഭിനയിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെയും മലയാള ഭാഷയുടെ മർമ്മം എന്ത് എന്ന്, ആ ഭാഷയുടെ വിശാലമായ സംസ്കൃതി ഭാവം എന്ത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു ഗുരുനാഥനോടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനം മാത്രമാണ് ഈ ചടങ്ങിലുള്ള എൻ്റെ സാന്നിധ്യവും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന UAE സ്റ്റേറ്റിൻ്റെ സഹകരണവും. ഡോക്ടർ പി.ആർ. ഷെട്ടിയുടെയും ശ്രീ വൈ സുധീർകുമാർ ഷെട്ടിയുടെയും മലയാളത്തോടും മലയാളികളോടുമുള്ള സൗമനസ്യം കൂടിയാണ് ഈ മഹാസംരംഭത്തോടുള്ള ഞങ്ങളുടെ പങ്കാളിത്തം എന്ന് വിനയപൂർവ്വം ഇവിടെ ഓർക്കട്ടെ. ഈ സദസ്സ് പലതുകൊണ്ടും ധന്യമാണ്. ഇവിടെ പലകുറി പരാമർശിക്കപ്പെട്ട പോലെ ലീലാക്ഷേട്ടനും പ്രകാശേട്ടനും ഗോപേട്ടനുമൊക്കെ പറഞ്ഞതുപോലെ ഈ മഹാമേരുക്കൾ 3 പേർ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മലയാളം എത്ര ധന്യമാണ് എന്ന് നാം ഓർത്തു പോകുന്നു. ബഷീറിനെയും സച്ചറിയെയും അതുപോലെ തകഴിച്ചേട്ടനെയും ഒക്കെ ചലച്ചിത്രത്തിൻ്റെ മഹാമാസ്മരികതയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് മലയാളിക്കപ്പുറത്തേക്ക് വിശ്വചക്രവാളങ്ങളിലേക്കാണ് മലയാളത്തെ അദ്ദേഹം അതിലൂടെ കൊണ്ടുപോയത് എന്ന് നമുക്കറിയാം. അഴീക്കോട് മാഷ് അധ്യാപകൻ എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലും ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിലുമൊക്കെ കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ എന്തു വലിയ സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അവനവൻ്റെ ഇടങ്ങളിൽ വെച്ച് അവനവൻ വായിക്കുമ്പോൾ ഏതർത്ഥത്തിലും വ്യാഖ്യാനിക്കാവുന്ന വിശാലതയാണ്, വിപുലതയാണ്, വിസ്തൃതയാണ് ഇവരുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ആകത്തുക എന്ന് നമുക്കറിയാം. പപ്പേട്ടൻ ഏകദേശം 13 പ്രാവശ്യത്തിലധികം UAE സന്ദർശിച്ചിട്ടുള്ള ആളാണ്. ഗൾഫ് രാജ്യങ്ങൾ പലതും സന്ദർശിച്ചിട്ടുള്ള ആളാണ്. ഈ വരുന്ന 6-ാം തീയതി അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോവുകയുമാണ്. അവിടെ വന്ന് ഞങ്ങളോട് ഇത്രയോ ദിവസങ്ങൾ ഒപ്പം ചെലവഴിച്ച് ഞങ്ങളുടെ എല്ലാ ഹൃദയവികാരങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള ഈ എഴുത്തുകാരൻ്റെ പല കഥകളെയും, ദാസ അടക്കമുള്ള കഥകളെ ആത്മാവിലേറ്റ് റേഡിയോയിലൂടെ ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുള്ള സൗഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എല്ലാ അർത്ഥത്തിലും ഈ ചടങ്ങ് ധന്യമായിരിക്കുന്നു. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഒരുപക്ഷെ മലയാളത്തെ അല്പാൽപമായി നിരാകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ സജീവ സാന്നിധ്യവും അവരുടെ സജീവമായ പങ്കാളിത്തവും സംഘാടന പങ്കാളിത്തവും ഈ വലിയ സംരംഭത്തിനുണ്ട് എന്നതാണ്. വന്നപ്പോൾ തൊട്ട് ഇതുവരെയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികൾ, അതും സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഇത്ര മമതയോടെ ആത്മാർത്ഥതയോടെ മലയാളത്തിന്റെ ഒരു വികാസ പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷം തരുന്ന കാര്യമാണ്. ഇത് കെടാതെ സൂക്ഷിക്കുവാൻ ഈ വിദ്യാലയത്തിന് കഴിയും എന്ന് ഈ മഹാഗുരുക്കന്മാരുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ ഉറപ്പിക്കുകയാണ്. ഇത് തുടരാൻ സാധിക്കട്ടെ. മലയാള ഭാഷാ പാഠശാല എന്ന പേരിൽ ഭാസ്കരേട്ടനും ജാനുവിടത്തിയും, ആ വീട് എനിക്കറിയാം, എനിക്ക് എൻ്റെ സ്വന്തം വീട് പോലെ പരിചയമുള്ള വീടാണ്. അവിടെ ചെന്നിട്ടുള്ള ഗോപിയേട്ടനും ലീലാക്ഷേട്ടനും ഒക്കെ അതറിയാം. ആ വീട്, ആ പരിസരങ്ങളിലെ ഒക്കെ കുട്ടികളെ, അവരുടെ രക്ഷിതാക്കളെ, അവരുടെ അധ്യാപകരെ ഒക്കെ വിളിക്കുകയും അവരെ അവിടെ ഒന്നിച്ചു കൂട്ടുകയും അവരോട് സ്നേഹത്തെക്കുറിച്ച് മാത്രം, ഭാഷയുടെ സ്നേഹത്തെക്കുറിച്ച് മാത്രം, ഭാഷയിലൂടെ ആർജിക്കുന്ന സ്നേഹത്തിന്റെ മഹത്വത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന അത്രയും വിസ്തൃതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ട ആ പാഠശാലയിൽ നിന്ന് ഒരു ദീപം കൊളുത്തി ഇങ്ങിവിടെ തിരുവല്ലാമലയിൽ കൊണ്ടുവന്ന് നേർപ്പിക്കുമ്പോൾ ഇനിയും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ഓരോ വർഷങ്ങളിലും ഈ പ്രകാശം കടന്നു ചെല്ലട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സംരംഭകർക്ക്, ഇതിന്റെ സംഘാടകർക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഞാൻ പ്രതിനിധീകരിക്കുന്ന UAE സ്റ്റേറ്റിന്റെ പേരിൽ, അതിന്റെ സാരഥികളായ ഡോക്ടർ പി.ആർ. ഷെട്ടിയുടെയും ശ്രീ വൈ സുധീർകുമാർ ഷെട്ടിയുടെയും പേരിൽ അവർക്ക് ഇവിടെ വരാൻ സാധിക്കാത്തത് കൊണ്ടാണ് ആ ആശംസകൾ ഞാനിതാ അവരുടെ ദൂതനായി ഇവിടെ ഏൽപ്പിക്കുന്നു. ഭാവുകങ്ങൾ. നന്ദി. മറുനാടൻ മലയാളികൾക്ക് സർവസ്വമായ ഭാഷാ പാഠശാലയുടെ സ്വന്തമായ ബാംഗ്ലൂർ നിവാസിയായ MK സോമൻ സ്നേഹാശംസാ മൊഴികൾക്കായി ക്ഷണിക്കുന്നു. സ്വാഗതം സോമൻ സർ. ആദ്യമായി ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്കും അവരെ വാർത്തെടുക്കുന്ന അധ്യാപകർക്കും
അതിനവസരമൊരുക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ സാരഥികൾക്കും ഈ വേദിയിലിരിക്കുന്ന എല്ലാ മുഖ്യാതിഥികൾക്കും എൻ്റെ നവവത്സരാശംസകൾ. നിങ്ങൾക്ക് ഞങ്ങളെ വിഷയില്ലേ? ഹാപ്പി ന്യൂ ഇയർ. അക്ഷരങ്ങളുടെ രാജാവ്, നിശബ്ദതയിൽ കൂടി വിപ്ലവം സൃഷ്ടിക്കുന്ന ദൃശ്യകലയുടെ രാജാവ്, ഇവർ 3 പേരും നമ്മുടെ മുമ്പിൽ ഉപവിഷ്ടരാണ്. അവർക്ക് കൊടുക്കുന്ന ഈ അവാർഡ് ദാന ചടങ്ങിൽ വളരെ ദൂരെ നിന്ന് ഇതിനു മുമ്പ് സാന്നിധ്യം വഹിക്കാൻ അവസരം കിട്ടിയ ഞാനും എൻ്റെ സംഘടനയുടെ മുൻ പ്രസിഡന്റുമാരും ഇവിടെ വന്നു ചേർന്നത് ഒരു ഭാസ്കരോർച്ചം, അതിന് പ്രേരണയായ ഇതിൻ്റെ ഫൗണ്ടർ മെമ്പർ PK ദാസ് സ്വർഗസ്ഥനായ അദ്ദേഹത്തിൻ്റെയും ആ ഊർജം നമ്മളെ എല്ലാവരെയും ഇവിടെ എത്തിച്ചു. ആ ഊർജത്തിന്റെ പ്രഭയിൽ ഇന്നിവിടെ കൂടിയ എല്ലാവരും തിളങ്ങുകയാണ്. അതിന് നമുക്ക് അവസരമുണ്ടാക്കി തന്ന ഈ കോളേജിന്റെ മിസ്റ്റർ കൃഷ്ണദാസ് എന്റെ വളരെ നാളത്തെ പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഇവിടെയുണ്ട്. അങ്ങനെ ഒരു വേദിയിൽ ഇതിനു മുമ്പ് ഞാൻ ഒരു അവാർഡ് ഏറ്റുവാങ്ങാൻ, സാമൂഹ്യ സേവനത്തിനൊരു അവാർഡ് ഏറ്റുവാങ്ങിയ മിസ്റ്റർ PK ഗോപി ബാംഗ്ലൂരിൽ വെച്ച് എനിക്ക് ഒരു അവാർഡ് നൽകുകയുണ്ടായി. അവരുടെ എല്ലാം മുമ്പിൽ ആലക്കോട് ഞങ്ങളെല്ലാം പല പ്രാവശ്യം വേദി പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വേദിയിൽ വന്ന് നിങ്ങളുടെയൊക്കെ സ്നേഹാദരങ്ങൾ പങ്കിടുവാനും അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഭാസ്കരോർജം പറഞ്ഞല്ലോ, അതിന്റെ ഏറ്റവും വലിയ ജാനുവടത്തി അവരുടെ അടുക്കളയിൽ കയറി ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ആ ഭക്ഷണത്തിന്റെ രുചിയാണ്, ആ ഭക്ഷണത്തിന്റെ ആ ആവേശമാണ് ഈ സാഹിത്യകാരന്മാരെ എല്ലാം ഓരോ വേദിയിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നാടിന്റെ പല ഭാഗങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കുവാനുള്ള ആ ആവേശം നൽകുന്നത്. ആദ്യമായി നമ്മൾക്ക് അവരുടെ മുമ്പിൽ അതിഥി ദേവോഭവ എന്നറിയണമെങ്കിൽ ആ കണ്ണൂർ ഭാഷാ പാഠശാലയുടെ അവരുടെ വീട്ടിൽ ചെന്നാണ് അതിഥി ദേവോഭവ. ഇത് നമ്മൾ എല്ലാവരും മനസ്സിൽ കണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് സാഹോദര്യം വളർത്താം. സാമൂഹ്യ സേവനം എന്നുള്ളത് തുടക്കം അവിടെയാണ്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. കൂടാതെ ഈ അവാർഡ് കൊടുക്കുവാൻ പ്രേരണയായ ഭാസ്കരൻ മാസ്റ്റർ, മലയാള ഭാഷയോടുള്ള അദ്ദേഹത്തിന്റെ ത്യാഗ മനസ്ഥിതി, അത് വിവിധ പല ഫീൽഡിലുള്ളവർക്ക് സെലക്ട് ചെയ്യുകയും അത് വിപുലീകരിച്ച് ഇപ്പോൾ ബഹ്റിനിലും അന്യനാടുകളിലും അദ്ദേഹത്തിന്റെ കലാഭവികവും എത്തിച്ചേർന്നു കഴിഞ്ഞു. ഇവിടുന്ന് അന്യനാട്ടിൽ നിന്ന് പ്രവാസികൾ, ഇപ്പൊ ഞാൻ റോഡിൽ കൂടിയ ഒരു പ്രവാസി, പ്ലെയിനിൽ കൂടി പോയ പ്രവാസി, 2 പ്രവാസികൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഇതിനു വേണ്ട ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് എല്ലാ വാഗ്ദാനങ്ങളും നേർന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഈ പഠനശാലയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ മംഗളം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.